ആദ്യം തന്നെ let me welcome our judges. Vinita, welcome again. Prayaga, beautiful Prayaga, and of course the Rocky Bai, നമ്മുടെ സ്വന്തം Bai. Jovin Master, welcome again. അപ്പോൾ നോവിച്ചേട്ടാ, അയ്യോ നമ്മൾ ഇവരെ മൈൻഡ് ചെയ്യാതിരിക്കരുത്. എടാ കൈയെടുത്ത് കാണില്ല എവിടെ ഉണ്ടെന്ന് പറ. അവൻ അങ്കുളൊന്നും കരയാണ്. അപ്പോൾ please welcome mentors Aya, Nasif and Jishnu. കളി കാര്യമായിക്കൊണ്ടിരിക്കുക. വാളും പരിചയമായിട്ട് നിങ്ങൾ പോണം. കാവിലെ പാട്ട് മത്സരത്തിന് അടി കൊടുക്കും പോലെ അതേ ഉള്ളൂ ഇനി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റൗണ്ട്സ് എന്ന് പറയുന്നത് 2 റൗണ്ട്സ് ആണുള്ളത്. ഒന്ന് പ്രോപ്പർട്ടി റൗണ്ട്, ഒന്ന് ലൈഫ് സ്റ്റോറി റൗണ്ട്. ഇനി പ്രോപ്പർട്ടി റൗണ്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി അവർ യൂസ് ചെയ്ത് അവരുടെ ഡാൻസിനകത്ത് പെർഫോം ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ക്രിയേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ. അതാണ് അവർ ചെയ്യേണ്ടത് ആ റൗണ്ടിൽ. അതിൽ ഏറ്റവും മികച്ചതായി പെർഫോം ചെയ്യുന്നവർക്ക് തന്നെയായിരിക്കും ഓബ്വിയസ്ലി ഹയസ്റ്റ് സ്കോഴ്സിൻ്റെ കാര്യം ഞാൻ പറയാം. അതിനു മുമ്പ് രണ്ടാമത്തെ റൗണ്ട് എനിക്ക് തോന്നുന്നു ഇതുവരെ ചിലപ്പം ഡാൻസ് റിയാലിറ്റി ഷോയിലൊന്നും കാണാത്ത ഒരു റൗണ്ടാണ്, വിച്ച് ഈസ് ലൈഫ് സ്റ്റോറി റൗണ്ട്. ഹൈലി ഇമ്പാക്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു റൗണ്ടാണത്. അതായത് നമ്മുടെ കണ്ടസ്റ്റന്റ് പെയർസ് നമ്മളെ പ്രേക്ഷകരെ നമ്മൾ പരിചയപ്പെടുത്തി തന്നു ആരൊക്കെയാണ് എന്നൊക്കെ. പക്ഷേ അവരുടെ കഥകളൊന്നും ആർക്കും ഇതുവരെ അറിയില്ല. എവിടുന്നാണ്, എങ്ങനെയാണ് ഇവിടം വരെ എത്തിയത് ഒന്നും. അപ്പോൾ അത് പ്രേക്ഷകരിലേക്ക് ഡാൻസിലൂടെ കാണിച്ച് അവതരിപ്പിക്കാനുള്ള അവസരമാണ് ലൈഫ് സ്റ്റോറി റൗണ്ടിലൂടെ കൊടുക്കുന്നത്, വിച്ച് ഈസ് എ ചാപ്റ്റർ ഓഫ് മൈ ലൈഫ്. അതായത് നമ്മുടെ കൊറിയോഗ്രാഫർ ആൻഡ് ആർട്ടിസ്റ്റ് ഒരുമിച്ച് ഒരു പെയറായിട്ട് വരുമ്പം അതിലെ ഒരാളുടെ ലൈഫ് സ്റ്റോറി ആയിരിക്കും ആ ഡാൻസിന്റെ തീം. ഇതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ മാർക്സ് വരാം. വെരി ഇൻട്രസ്റ്റിംഗ്, വെരി ഇൻട്രസ്റ്റിംഗ്, വെരി ഇന്നോവേറ്റീവ്. മാത്രമല്ല അധികം ഡാൻസ് റിയാലിറ്റി ഷോസിൽ ഞാൻ കണ്ടിട്ടേ ഇല്ലാത്ത ഒരു റൗണ്ടാണിത്. സോ വെരി ലുക്കിംഗ് ഫോർവേഡ് ടു ദിസ് വൺ. അതുപോലെ കണ്ടിട്ടില്ലാത്തൊരു റൗണ്ടും ഉണ്ട് പ്രയാഗ. എന്താ? അതായത് നിങ്ങൾ എല്ലാവരും മാർക്സ് ഇടുന്ന രീതി നമ്മൾ സാധാരണ രീതിയിൽ റിയാലിറ്റി ഷോസിൽ കാണുന്ന പോലെ അല്ല. ഇവിടെ പെയർ ആയിട്ടാണ് വരുന്നതെങ്കിൽ പോലും നമ്മുടെ ഇൻഡിവിജ്വൽ പെർഫോമൻസിന് മാർക്കുണ്ട്. അതായത് ആസ് എ പെയർ അവർ നിങ്ങൾക്ക് മുമ്പിൽ ഡാൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ അവർ 2 പേരിൽ നിന്നും ആരാണ് മികച്ചതായിട്ട് പെർഫോം ചെയ്യുന്നതെന്നുള്ളത് മാർക്സിലൂടെ നമുക്ക് അറിയാൻ പറ്റും. ആൻഡ് അത് മാർക്സിൽ മാത്രം അവസാനിക്കില്ല. ഓരോ എപ്പിസോഡിലും ഏറ്റവും ഹൈ സ്കോർ ചെയ്തിട്ടുള്ള ഇൻഡിവിജ്വൽ പെർഫോമർ ആരാ, അവർക്ക് ക്രേസ് ബിസ്ക്കറ്റ്സ് നൽകുന്ന ഗിഫ്റ്റ് ഹാമ്പറും ഉണ്ട്. എല്ലാവരും മേടിച്ചോണ്ട് വരുമ്പോൾ തട്ടിപ്പറിച്ചോണ്ട് ഓടരുത്. ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ the competition is tough. Yes, it's tough and it's on and we're all waiting to see എങ്ങനെയായിരിക്കും എന്നുള്ളത്. അപ്പം നമുക്കിനി മാർക്സിന്റെ ഡിസ്ട്രിബ്യൂഷൻ അത് ആര് എന്ത് മാർക്കാണ് ഇടുന്നത് അതിലും ഒരു ചെറിയ വ്യത്യസ്തതയുണ്ട്. അതും ഞങ്ങൾ വഴിയേ പറയുന്നതായിരിക്കും. സോ ഫസ്റ്റ് ലെറ്റ്സ് ഗെറ്റ് ടു ദ പെർഫോമൻസ് അല്ലേ. അപ്പം എടാ ഈ പട്ടാക്കാന്ന് നീ പറയാൻ പഠിച്ചാ? സൗണ്ടുകാരാ മൈക്കിലൊരു കർച്ചീഫ് കെട്ടിക്കൊടു. പട്ടാക്കയാണോ ധമാക്കയാണോ, ആരാണ് ഫസ്റ്റ് വരുന്നത്? നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ധമാക്കയുടെ പെർഫോമൻസ് ആണെങ്കിലും നമ്മള് കുറച്ച് വെയിറ്റ് ചെയ്ത് നിന്നാലാണ് അങ്ങനെ കുറച്ച് നല്ല പെർഫോമൻസുകൾ കാണാൻ പറ്റുള്ളൂ. നമുക്കൊരു പതാക്ക വെച്ചിട്ട് തുടങ്ങാം. പയ്യെ നമുക്ക് ഇങ്ങനെയല്ല കഴിഞ്ഞാല് പറഞ്ഞത്, നല്ലതിനാണല്ലോ നല്ലതിനാണല്ലോ ആദ്യം തുടങ്ങുന്നതാണ് കഴിഞ്ഞാല് പറഞ്ഞത്. അപ്പൊ നല്ലതിനാണ് എന്റെ ടീമിൽ നിന്നാണ്. റൗണ്ട് പ്രോപ്പർട്ടി റൗണ്ടാണ്. കഴിഞ്ഞ ഇൻട്രഡക്ഷൻ റൗണ്ടില് അതിലൊരു ഒരാൾക്ക് ഒരു ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിരുന്നു. പക്ഷെ അതൊക്കെ മാറ്റിക്കൊണ്ട് ഇപ്രാവശ്യം സൂപ്പറായി കളിക്കാനായിട്ട് വരുന്നു ഗൗരി ആൻഡ് ജീവൻ. பெரியோர்களே, குழந்தைகளே, இது சந்தோஷிக்க வேண்டிய நாள். எல்லாரும் ஆடணும் பாடணும். முதல்ல ஏன் பொண்ணு மீனா பாடுவா. ஏன் பொண்ணு கேரளாவில போய் சங்கீதம் படிச்சவள். இந்த கொலகார பசங்களுக்கு சங்கீதமே தெரியாது. மீனம்மா வாமா. మధుర జిల్లా మన మనక ఆంటిపట్టి సిలసిలక అరసంపట్టి గమ గమక எல்லாம் தக தகக்க வீரபாண்டி கிருகிருக்க சின்னமனூர் சிறு சிறுக்க கம்பம் எல்லாம் கத கதக்க கோடியும் தான் பொச பொசக்க பெரிய குளம் கிசு கிசுக்க வத்தல குண்டு பட படக்க பாடி பட்டி பட படக்க ஏ உசில
ഉള്ളംപട്ടി ഒച്ചുപൊട്ട സേടപ്പട്ടി നാച്ചുപൊട്ട കലിംഗപ്പട്ടി കരിച്ചിപ്പട്ട കറിയപ്പട്ടി വേത്തുപട്ട തിരുപ്പുവനോ സൊക്കി നിക്ക ശിവഗംഗ തിക്കി നിക്ക அட வருஷ நாடு சாய வழி வாழ யூத்தும் சரியே புளிச்சம்பட்டி காய அந்த பூசலூரு கருக ஆடி வந்த ஆட்டம் என் மேல பல மைனருக்கு நோட்டம் ஆடி வந்த ஆட்டம் இது குட்ட கைக்கு கொடுக்காத தோட்டம் நான் இருக்கேன் மஞ்சள் அரைக்க நீவாரியா நஞ்ச வெளியா நான் இருக்கேன் நாத்து நட நீவாரியா திருவிழாவா நான் இருக்கேன் உரியடிக்க நீவாரியா வைக்காலா நான் இருக்கேன் வழிமறிக்க நீவாரியா பனமரமா நான் இருக்கேன் கல்லெடுக்க நீவாரியா பந்தகாலா நான் இருக்கேன் கூற பின்ன நீவாரியா ഇതെന്നാട്ടോ മയിലാട്ട പാത്രിക പുലിയാട്ട പാത്രിക ഇതെന്നാട്ടോ ഇത് മാർഗം കളി മാർഗം കളിയാ ആ ഒരു മാർഗം ഇല്ലാണ്ടാവുമ്പോ ഒരു കളി കളിക്കൂലേ മാർഗം കളി കറമേടാ நான் இருக்கேன் கிளம்பு கிட்ட நீவாரியா பஞ்சாரமா நான் இருக்கேன் கோழி பிடிக்க நீவாரியா முந்திரி காடா நான் இருக்கேன் நரி விரட்ட நீவாரியா நான் ராக்கு முத்து ராக்கு என்ன தொட்டு கத்தான் சாக்கு அட நாக்கு முடி மூக்கு எல்லாம் நல்ல நல்ல சொப்பு இது ஆம்பளைய பார்க்காத காத்து என்ன அப்படியே அள்ளி எடுத்து போட்டு இது ஆம்பளைய பார்க்காத காத்து என்ன அப்படியே அள்ளி எடுத்து போட்டு നമ്മുടെ പ്രോപ്പർട്ടി റൗണ്ടില് പ്രൊഫഷണൽ തുടക്കം. അതെ അതെ നോബി ചേട്ടാ, ഞാൻ ഇവിടെ നിങ്ങൾക്ക് ഒരു ബോളറിനെ പോലും നിങ്ങൾക്ക് പിടിക്കാൻ പറ്റും തോന്നുന്നുണ്ടോ? കമ്പൗണ്ട് കളിച്ചാ പണ്ടേ അമ്മ പറയും കണ്ണു പോകും താഴെ ഇടാൻ പറയും. അതുകൊണ്ട് മാത്രം പക്ഷെ രണ്ട് ഇവിടെ തകർത്ത് ഭയങ്കര ടൈമിംഗ് ആയിരുന്നു, ഒരു രക്ഷയില്ലായിരുന്നു. ഞങ്ങൾ ചിലപ്പോ നിങ്ങൾ കമ്പൗണ്ട് ഇങ്ങനെ ഒരു സത്യം സത്യം ഞാൻ ദൈവത്തിനെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം പ്രത്യേകിച്ചും നമ്മുടെ ജീവന്റെ ഇൻട്രോ റൗണ്ട് നമ്മൾ ആരും മറക്കില്ല. അത് ആരുടെ കയ്യിലും അല്ല. നമ്മൾ ലാസ്റ്റ് എത്ര പ്രിപ്പയർ ചെയ്ത് വന്നാലും ഈ സ്റ്റേജിനകത്ത് നടക്കണ കാര്യം ഒന്നും ആരുടെയും കയ്യിലല്ല. അതൊക്കെ ഒരു ലക്കാണ്, ഒരു ടൈമിന്റെ ഇതാണ്. ഇന്ന് ഇത്രയും വലിയ റിസ്കി പ്രോപ്പർട്ടി എവിടെന്നെങ്കിലും ഒന്ന് മിസ്സായ പോവായിരുന്നു. ബട്ട് സോ നീറ്റ് ആൻഡ് ക്ലീൻ. ഗുഡ് ജീവൻ ആൻഡ് ഗൗരി. അപ്പം നമുക്ക് നമ്മുടെ റൈറ്റർ, ഡയറക്ടർ, ആക്ടർ ഇവിടെ ഇരുന്നുകൊണ്ട് എങ്ങനെ വേണം ഇതിനെ നിരീക്ഷിക്കാൻ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. വിനീതേട്ടാ, വാട്ട് യു ഹാവ് ടു സേ? ജീവൻ, ഗൗരി, നിങ്ങളുടെ ആ ഇൻട്രോ ഫസ്റ്റ് നമ്മൾ ആദ്യത്തെ എപ്പിസോഡിൽ ചെയ്തപ്പോഴേ എനിക്ക് ജീവൻ വീണപ്പോൾ ഞാൻ ഇമ്മീഡിയറ്റ് പറഞ്ഞ് നമുക്ക് റീടേക്ക് പോകാം എന്നാണ്. കാരണം നമുക്ക് അതാണല്ലോ ആദ്യം തോന്നുക. പക്ഷേ നമ്മുടെ ഇത് പെർഫോമൻസ് ലൈവായിട്ടുള്ളത് കൊണ്ടും അത് കട്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടും അതങ്ങനെ കാണിക്കേണ്ടി വന്നു. അപ്പോൾ എനിക്ക് ഇത്തവണ ചെയ്യുമ്പോൾ നേരത്തെ ശില്പ പറഞ്ഞ പോലെ തന്നെ രണ്ടുപേരും നന്നായിട്ട് പെർഫോം ചെയ്യണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു മനസ്സുകൊണ്ട്. വളരെ നന്നായിട്ട് പെർഫോം ചെയ്തു. വെരി ഗുഡ്. അതിനകത്ത് എപ്പോഴും നമ്മൾ സിനിമയിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇതുപോലുള്ള പ്രോപ്സ് ഒക്കെ എറിഞ്ഞു പിടിക്കുക എന്നൊക്കെ പറയുമ്പോൾ റീടേക്ക് പോകും. പലപ്പോഴും അത് ചിലപ്പോൾ ഞങ്ങൾ ഇപ്പോൾ റീസെൻ്റായിട്ട് ഞാൻ ഒരു സിനിമ നോട്ട് എന്ന് പറയുന്ന സിനിമ ചെയ്തപ്പോൾ അതിനകത്തൊരു കീ അടിയിലൂടെ സ്ലിപ്പ് ചെയ്ത് വരികയും ഞാനത് ചവിട്ടി പിടിക്കുന്നുണ്ട്. അത് തന്നെ ഏകദേശം ഞങ്ങളൊരു 8-9 ടേക്ക് പോയിട്ടാണ് ഞങ്ങൾക്ക് ആ ടൈമിങ് കിട്ടുന്നത്. പക്ഷെ ഇവിടെ ഫസ്റ്റ് ആ സ്റ്റിക്ക് കിട്ടിയപ്പോൾ തൊട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുന്ന ടൈമിങ് എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. അത് നിങ്ങളുടെ പ്രാക്ടീസ് ആയിരിക്കും. ഗുഡ്, വെരി ഗുഡ്.
എനിക്ക് ചെറിയൊരു അഭിപ്രായമുള്ളത് ഇതൊരു പ്രോപ്പർട്ടി റൗണ്ട് ആയതുകൊണ്ട് ഇപ്പം ഇതിനകത്ത് ഇത്രയും പ്രോപ്പർട്ടി ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്ന കണ്ടതുകൊണ്ട് ഞാൻ വിചാരിച്ചത് നിങ്ങൾ കുറേയും കൂടെ ബാക്കി പ്രോപ്സും കൂടെ യൂസ് ചെയ്യുമെന്ന് വിചാരിച്ചു. സ്റ്റിക്ക് അല്ലാതെ ഇപ്പോൾ ബാക്കിൽ നമ്മുടെ കളവണ്ടി അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്, കുടമുണ്ട്. അപ്പോൾ ഞാൻ പൊതുവേ നമ്മൾ ഡാൻസ് ഇപ്പോൾ എന്നെ ചെറുപ്പത്തിലൊക്കെ പഠിപ്പിക്കുമ്പം ടീച്ചർ പറയുന്നൊരു കാര്യമാണ് സ്പേസ് യൂസ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ അത് മാത്രം എനിക്ക് കുറച്ച്, അതായത് നിങ്ങളുടെ സ്പേസ് അവിടെ മാത്രമായി പോയി എന്ന് എനിക്ക് തോന്നിയിരുന്നു. അത് മാത്രമാണ് എനിക്ക് നിങ്ങളുടെ ടോട്ടൽ പെർഫോമൻസിൽ തോന്നിയൊരു കാര്യം. ഡാൻസ് വാസ് അമേസിങ്. നല്ല പ്രാക്ടീസ് ഉണ്ടായിരുന്നു രണ്ടുപേർക്കും. അപ്പോൾ വിനീതേട്ടൻ ഇപ്പോൾ പറഞ്ഞൊരു സജഷൻ, നമുക്ക് ബാക്കി പ്രോപ്പർട്ടീസും കൂടെ യൂസ് ചെയ്തിരുന്നെങ്കിൽ നന്നായേനെ എന്ന് പറഞ്ഞ ഒരു ശില്പാജി പറഞ്ഞത്, വിനീതിജി പറഞ്ഞത് പ്രോപ്പർട്ടി അവിടെ കൊണ്ടുവച്ചിരുന്നു, അതിനകത്ത് അവിടെ എന്തെങ്കിലും യൂസ് ചെയ്യാന്ന് അദ്ദേഹം ഞാൻ ഉദ്ദേശിച്ചത് അതാണ്. ആ സ്പേസും കൂടെ ഞാൻ അത്രയും സ്പേസ് യൂസ് ചെയ്യാനാണ് ചെയ്യാം നമ്മൾ ഇതിൽ റൗണ്ടിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അവർ ആ യൂസ് ചെയ്യുന്ന പ്രോപ്പർട്ടി ഏറ്റവും ബെസ്റ്റ്, നിങ്ങൾ കയ്യിൽ വെക്കുന്ന എന്താണോ ആ പ്രോപ്പർട്ടി അത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാനാണ്. ബട്ട് നമ്മൾ വെക്കുന്ന പ്രോപ്പർട്ടിയിലൂടെ അടുത്ത് കൂടെ പോകാനും അതിന് മുകളിൽ നിൽക്കാനും ഇന്ററാക്ഷൻ എന്നാണ് അദ്ദേഹം ഉദ്ദേശം. കിട്ടിയാൽ കുറച്ചുകൂടെ നമുക്കൊരു വിഷ്വൽ ട്രീറ്റും കൂടെ കിട്ടിയേനെ. നിങ്ങളുടെ ആ കളവണ്ടിയുടെയും ആ കാട്ട് വീലിന്റെ ഒക്കെ സൈഡിലൂടെ ഒക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നമുക്ക് ആ സ്പേസിന് യൂസ് ചെയ്തു എന്നുള്ളൊരു ഫീലും കൂടെ കിട്ടിയേനെ. ബട്ട് അതൊരിക്കലും ഒരു നെഗറ്റീവായിട്ട് പറയുന്നതല്ല. ഡാൻസ് അല്ലെങ്കിൽ പെർഫോമൻസ് എന്നുള്ള രീതിയിൽ സൂപ്പർ. ഈ ഒരു കാര്യത്തില് ഈ സ്പേസ് മനസ്സിലായി. കഴിഞ്ഞ വട്ടം അങ്ങനെ ഒരു പ്രശ്നം വന്നോണ്ട് ടെൻഷനായിരുന്നു. ഇപ്പൊ എന്തെങ്കിലും ഞാൻ അതുപോലെ പറ്റുമോ എന്നുള്ള ടെൻഷനായിരുന്നു നമുക്കുണ്ടായിരുന്നത്. പക്ഷെ അടിപൊളിയായിട്ട് അവര് ക്യാച്ച് ചെയ്ത് പിടിച്ചു. അതുപോലെ ആയിട്ട് ഇവിടെ കാലുകൊണ്ട് തട്ടി പിടിച്ചു. എല്ലാതും കറക്റ്റായിട്ട് ചെയ്തു. സമാധാനം. ബാക്കിയുള്ള കാര്യങ്ങള് പറഞ്ഞ പോലെ വിഷ്ണു കഴിഞ്ഞ തവണ അങ്ങനെ സ്റ്റെപ്പ് തെറ്റിയിട്ടല്ല ജീവൻ വീണത്. കഴിഞ്ഞ തവണ ജീവന്റെ ഡ്രസ്സിന്റെ ഒരു പ്രശ്നം ഞാനത് ശ്രദ്ധിച്ചിരുന്നു. ആ ഡ്രസ്സ് കുറച്ച് ലൂസായി കിടക്കുന്നത് കൊണ്ട് എങ്കിലിരുന്നാലും അങ്ങനെ വരുമെന്ന് പേടിച്ചു. അങ്ങനൊന്നുമില്ല, പിള്ളേർ നല്ല തകർത്തണം. അതിന്റെ പിള്ളേർ സത്യം അടിപൊളിയായിരുന്നു. ജിഷ്ണുവിന് ഫീൽ ചെയ്ത ടെൻഷനൊന്നും എനിക്ക് ഗൗരിയുടെയും ജീവന്റെ പെർഫോമൻസിലെ കണ്ടേയില്ല. ഐ ലവ്ഡ് യുവർ പെർഫോമൻസ്. ഇറ്റ് വാസ് സോ ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക്. നിങ്ങളുടെ ഈ പ്രോപ്പർട്ടി യൂസ് ചെയ്യുമ്പോൾ എസ്പെഷ്യലി സ്റ്റിക്കാണല്ലോ നിങ്ങൾ യൂസ് ചെയ്തത്, ഈ പ്രോപ്പർട്ടി കോസ്റ്റ്യൂമായിട്ട് ഇന്ററാക്ട് ചെയ്യും. അപ്പോൾ അവിടെയും റിസ്ക് ഉണ്ട്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് മെഷർമെൻറ്റിനോട് യോജിച്ച ഒരു കോസ്റ്റ്യൂം ഇട്ടാൽ മാത്രമാണ്, അല്ലെങ്കിൽ കോസ്റ്റ്യൂം ഇട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ചെയ്തിട്ടില്ല. ഫസ്റ്റ് ടൈം. That is for the first time? First time. But it looked like you have practiced many times in the costume because you felt you seemed very comfortable. ഈ സ്റ്റിക്ക് പല വഴി പോകുന്നുണ്ടല്ലോ, അപ്പോൾ എവിടെയെങ്കിലും ഒന്ന് കുടുങ്ങിയാലോ എന്നുള്ളൊരു സാധനം ആ ടെൻഷനിലായിരുന്നു ഞാനിരുന്നത്. പക്ഷെ അത് സംഭവിച്ചില്ല. പിന്നെ എനിക്ക് നിങ്ങളുടെ തമിഴ്നാട്ടിൽ പോയി വന്ന പോലെ ഉണ്ട്. കാരണം ദാറ്റ് കളർ ഓഫ് യെല്ലോ വൈറ്റ്, പിന്നെ ഗൗരിയുടെ ജീവന്റെ ആറ്റിറ്റ്യൂഡ്, ആ ഒരു എനർജി ഭയങ്കര ഇഷ്ടപ്പെട്ടു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഇനി നമ്മുടെ ഡാൻസ് ഇത് ചൂസ് ചെയ്തത് ഡപ്പാങ്കൂത്താണ്. ഏറ്റവും കൂടുതൽ എനർജി നമ്മൾ കൊടുക്കുന്ന ഡാൻസ് ആണല്ലോ. എങ്ങനെ ഉണ്ടായിരുന്നു ജോം ചേട്ടാ? ഗൗരി ആൻഡ് ജീവ ബ്യൂട്ടിഫുൾ പെർഫോമൻസ് ആയിരുന്നു. നിങ്ങൾ ചെയ്തൊരു പെർഫോമൻസ് നല്ല എന്താ പറയാ, നല്ല അടിച്ചങ്ങോട്ട് തീർത്ത പോലെ തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങളത് എക്സിക്യൂട്ട് ചെയ്തു. ആൻഡ് ഓരോന്ന് നമ്മൾ ഫസ്റ്റ് പ്രോപ്പർട്ടിയിലേക്ക്, നമ്മുടെ പ്രോപ്പർട്ടി റൗണ്ട് ആയതുകൊണ്ട് ഏറ്റവും നന്നായിട്ട് ആ പ്രോപ്സ് യൂസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ പറഞ്ഞ. ഒരു പ്രോപ്പർട്ടി രണ്ടുപേരെങ്ങനെ യൂസ് ചെയ്യുന്നു, രണ്ട് പ്രോപ്പർട്ടി രണ്ടുപേരും കൂടെ എങ്ങനെ യൂസ് ചെയ്യുന്നു, ഇങ്ങനെ നമ്മൾ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് അല്ലേ. അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് നിങ്ങളെ എൻഗേജ് ചെയ്യിച്ചു. അത് ഫസ്റ്റ് നിങ്ങളെ എൻട്രി നിങ്ങൾ കിക്ക് ചെയ്തെടുത്തില്ലേ, ഐ തോട്ട് അത് കയ്യിൽ നിന്ന് മിസ്സായി എന്നല്ല. ബട്ട് ചാടി ഗൗരിയാണെങ്കിൽ അത് ചാടി പിടിച്ചു, ജീവ അത് മാനേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഹാഫ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇൻ ബിറ്റ്വീൻ ഒരു ഇത്തിരി ഭാഗങ്ങളിൽ കുറച്ചൊന്ന് അതും വെച്ച് കുറച്ചും കൂടെ ചെയ്യായിരുന്നു എന്ന്. സെൻറ്റർ ഭാഗത്ത് നിങ്ങൾ കുറേ നേരം കളിച്ചിരുന്ന ഒരു ഭാഗത്ത് കുറച്ചും കൂടെ ബ്യൂട്ടിഫുള്ളി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കുറച്ചും കൂടെ ചെയ്യായിരുന്നു എന്ന് എനിക്ക് തോന്നി, കുറച്ചായിട്ട്. ആൻഡ് അതിനകത്ത് ഏറ്റവും ഭംഗിയുണ്ടായിരുന്ന കുറേ കാര്യങ്ങൾ മോന ഇത് ചെയ്തില്ല. ഒന്നും കൂടെ എനിക്ക് അതൊന്ന് കാണിച്ചു തരാൻ പറ്റും, ആ ഒരു റോൾ ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുള്ളത്. Wow.
അതൊക്കെ അടിപൊളിയായിരുന്നു. കൊറിയോഗ്രാഫി ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ, അത് പറയാതിരിക്കാൻ കഴിയില്ല. ഇത് നമ്മൾ സിനിമയിൽ കണ്ടിരിക്കുന്ന മുതൽവല്ലാണ് അല്ലെ, ഉപ്പുകരവാട്. അതിനകത്ത് പക്ഷെ അതൊക്കെ ചെയ്തതിന്റെ എത്രയോ ഇരട്ടി പരിപാടികൾ ഈ പ്രോപ്പ് വെച്ച് ചെയ്തു. കുറെ ടിപ്സ് നല്ല സൂപ്പർബ്സ് ഇടയ്ക്കിടയ്ക്ക് തന്നിരുന്നു. ഇൻ ബിറ്റ്വീൻ ചെറിയ ജീവയുടെ അടുത്തും കുഞ്ഞിതായിട്ട് 2 സ്ഥലത്ത് കുഞ്ഞിതായിട്ടൊന്ന് സ്ലിപ്പായി, കയ്യിൽ നിന്ന് ചെറുതായിട്ടൊന്ന് മിസ് ഔട്ടായി. ഇറ്റ്സ് എ പ്രോപ്പർ റൗണ്ട്. ഫസ്റ്റ് നിങ്ങളിലാണ് തുടങ്ങുന്നത്. നിങ്ങൾ രണ്ടുപേരും ബ്യൂട്ടിഫുൾ ആയിട്ട് എൻഗേജ് ചെയ്തു. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ഇവരുടെ ഡാൻസിന്റെ ഇൻട്രോ വേറൊരു ആളാണ് ചെയ്തത്, വേറൊരു കോntestant. ഞാൻ പെട്ടെന്ന് ഇറ്റ്സ് നൈസ് ആക്ച്വലി. ഞാൻ ആദ്യം വിചാരിച്ചു ഇനി ടീം മാറിപ്പോയതാണ്. അല്ലാതെ ലാസ്റ്റ് മിനിറ്റ് സെറ്റ് ചെയ്തേട്ടോ അത് ബിഗ് താങ്ക്സ്. കാരണം നല്ല ഇൻട്രോ ആയിരുന്നു. ഓക്കെ, ഇനിയും നെക്സ്റ്റ് റൗണ്ടിലേക്ക് ഇനിയും കോമ്പറ്റീഷൻ ആയതുകൊണ്ട് ഗൗരി ആൻഡ് ജീവ മോർ അടിച്ച് തകർത്ത് വരണമെന്ന് ഞാൻ വിചാരിക്കാം. ഓക്കെ ജീവ, ഒരു മാർക്കോ മാർക്കോ കുറഞ്ഞ ഒരു ടെൻഷൻ ഓടിക്കണ്ട, അതെല്ലാം ജിഷ്ണു അടിച്ചോളൂ. അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ മാർക്സിന്റെ ഫോമാറ്റും കൂടെ പുതിയതാണ്. നിങ്ങൾ 2 പേർക്കും കൂടെ ചേർന്നിട്ടൊരു മാർക്കുണ്ട്. അതല്ലാണ്ട് ഇൻഡിവിജ്വൽ മാർക്സും ഉണ്ട്. ഗൗരിക്കൊരു മാർക്ക്, ജീവൻ ഒരു മാർക്ക്. അപ്പൊ ആരാണ് ഫസ്റ്റ് ഇൻഡിവിജ്വൽ മാർക്സ് ഇടുന്നത് നമ്മുടെ ജഡ്ജസിൽ നിന്ന്? ജോബ് മാസ്റ്റർ ആണോ? തകർപ്പൻ പെർഫോമൻസ്. ഓക്കെ, ആരുടെ മാർക്കാ ഫസ്റ്റ് കൊടുക്കുന്നത്? ഞാൻ എന്തായാലും ജീവയുടെ മാർക്കാണ് കൊടുക്കുന്നത്. ഭയങ്കര എനിക്ക് ഇഷ്ടമാണ്. ഔട്ട് ഓഫ് 10 ആണോ മാസ്റ്റർ? ഔട്ട് ഓഫ് 10 ജീവയുടെ എന്താ പറയാ പവർഫുൾ ഗ്രേറ്റ് ഒരു ഇടിയായിരുന്നു, പവറായിരുന്നു അവസാനം വരെ. ആ പവർ പെർഫോമൻസിന് ഐ ഗിവ് യു 8 ഔട്ട് ഓഫ് 10. ഇനി ഗൗരിയുടെ മാർക്സ്. ഗൗരി എക്സ്ട്രാordinary പെർഫോമൻസ് തന്നെ ഞാൻ പറയും. ലാസ്റ്റ് കാണിച്ച സ്പ്ലിറ്റും കൂടെ കണക്കിലെടുത്തുകൊണ്ട് ഫോർ യുവർ ഓവറോൾ ആറ്റിറ്റ്യൂഡ് 8.5. അതെന്താണ് എന്റെ ജീവന്റെ ഇതിൽ നിന്ന് മാറ്റി പിടിച്ചൊരു 5 പോയിന്റ് എന്താണെന്ന് അറിയോ? മാസ്റ്റർ തന്നെയല്ലേ പറഞ്ഞ ജീവ 2 സ്റ്റെപ്പ് മറന്നു. അയ്യോ, അത് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ മാർക്ക് മറന്നില്ല, മാസ്റ്റർ പറഞ്ഞില്ലായിരുന്നു. ചെറുതായിട്ടൊന്ന് സ്ലിപ്പായി. ഇനി നമ്മുടെ പട്ടാക്ക ടീമിന്റെ പെർഫോമൻസ് മാർക്ക് അത് വിനീതേട്ടനാണ് തരുന്നത്. ഔട്ട് ഓഫ് 10 ആക്ച്വലി ടീമിന്റെ മാർക്ക് എന്ന് പറയുന്നത് ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് മാസ്റ്ററിന്റെയും ട്രാഗയുടെയും എല്ലാവരുടെയും ഞങ്ങളൊരു ഡിസ്കഷനാണ് നമ്മളൊരു ഫൈനൽ മാർക്ക് പറയുന്നത്. അപ്പോൾ ഇത് ആദ്യത്തെ പെർഫോമൻസും ആണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് കരുതി ഞങ്ങൾക്ക് മാക്സിമം കൊടുത്തു കഴിഞ്ഞാൽ ഇനി വരാൻ പോകുന്ന ടീം എങ്ങനെയാണ് പെർഫോം ചെയ്യാൻ അറിയാത്തത് കൊണ്ട് ഞങ്ങളെല്ലാം കൂടെ തീരുമാനിച്ചിട്ട് ഔട്ട് ഓഫ് 10 7.5. ഓക്കെ ശില്പ, ഒരു 8, ഒരു 8.5, 7.5. എടാ ജിഷ്ണു പെട്ടെന്ന് കൂട്ടി പറ, എത്രയായി? കൂട്ടി പറയാൻ എന്ന് പറഞ്ഞോ? 1 8 2 8 16, 1 8 2 8 16, 3 8 24. ഓ കറക്റ്റ് ആണ്. 24 ഇവ 0.5 മറ്റേ കൂട്ടി 8 ആക്കി. ഇത് ഗ്രേറ്റ് മാത്ത് ആണ്. 0.5 നിന്നോട് ചോദിക്കുന്നുള്ളതിന്റെ പേടി എന്റെ കണക്ക് കാൽക്കുലേറ്റർ. അവനൊരു കാൽക്കുലേറ്റർ മേടിച്ചു കൊടുക്കരുത്, അവൻ വിറ്റ് കപ്പലിന്റെ മേടിക്കും. നമ്മളത് കൂട്ടി പറയണ്ട, കാരണം നമുക്ക് അങ്ങനെ ഒരു നമ്മള് പറയണ്ട, അവൻ പറയുന്നത് നോക്കി. അവൻ പറയാൻ നോക്കാണ്. പക്ഷെ കുഴപ്പമില്ലടാ, നീ പേടിക്കണ്ട. കാരണം ആസ് എ ടീമാണ് നമ്മൾ ആ മാർക്സിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. വിച്ച് ഈസ് 7.5 ഔട്ട് ഓഫ് 10 ഫോർ ജീവൻ ആൻഡ് ഗൗരി. ഒരു ബ്രില്യന്റ് സ്റ്റാർട്ട്. ഇനി നമ്മുടെ പ്രേക്ഷകർ വിചാരിക്കുന്നുണ്ടാവും, ഓ 10 മാർക്കിൽ 7.5 എന്ന് പറയുമ്പോൾ ഇതൊരു നല്ല മാർക്കാണോ, അത് ഇത് ഓക്കെ ആണോ എന്ന്. അത് നമുക്ക് പറയാൻ സാധിക്കുന്നത് അടുത്ത പെർഫോമൻസസ് ഒക്കെ വരുമ്പോഴാണ്. ഈ മാർക്സിന്റെ ലെവൽ നമ്മുടെ ജഡ്ജസ് ആക്ച്വലി സ്ട്രിക്റ്റ് ആണോ അതോ അല്ലയോ എന്നൊക്കെ ഉള്ളത് നമുക്ക് വഴിയെ മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ നിങ്ങൾ ഇന്ന് ഫസ്റ്റ് വന്ന് തുടങ്ങിയ പെർഫോമൻസിന് ഒന്നും പറയാനില്ല. കിടിലോൾ കിടിലോ. താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ ഗൗരി ആൻഡ് ജീവൻ. നോബി ചേട്ടാ, എനിക്ക് സത്യം പറഞ്ഞാൽ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ ലൈവ് സ്റ്റോറി റൗണ്ട് ഒക്കെ കഴിഞ്ഞിട്ട് എനിക്ക് അടുത്ത ലൈവ് സ്റ്റോറി എപ്പോഴാ വരാ ഞാനിങ്ങനെ ആലോചിച്ചോണ്ടിരിക്കും. അത് മലയാളികൾക്ക് ഇഷ്ടമാണ് ഒരാളുടെ കഥ കേൾക്കാൻ. അല്ലേ? അതെ, അല്ലേ? പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷ ഉണ്ട് എനിക്ക്. ഇനി ലൈവ് സ്റ്റോറി റൗണ്ട് ആണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ മെന്റേഴ്സിനോട് തന്നെ ചോദിക്കാം, അപ്പുവിന്റെ ആണോ ജിഷ്ണുവിന്റെ ആണോ, ആരുടെ ടീമിന് വരുന്നു? It's from Team Dhamaka. ഓക്കെ, ആൻഡ് റൗണ്ട് chapter from my life. It's a life story round. ലൈവ് സ്റ്റോറി റൗണ്ട് ആരുടെയാണ്? നമ്മുടെ ഈ റൗണ്ടിൽ പെർഫോം ചെയ്യാൻ പോകുന്നത് സനൂപ് ആൻഡ് വിസ്മയാണ് പെർഫോം ചെയ്യാൻ പോകുന്നത്. സനൂപിന്റെ ലൈഫിൽ നടന്ന ഒരു റിയൽ ഇൻസിഡന്റ് വെച്ചിട്ടാണ്
നമ്മൾ ഈ പെർഫോമൻസ് മൊത്തം ഡിസൈൻ ചെയ്തേക്കുന്നത്. അപ്പൊ ഞാൻ ആ പെർഫോമൻസിനെ പറ്റി ഒന്നും പറയുന്നില്ല, ഞാനൊരു ചെറിയൊരു ഹെഡിങ് മാത്രം പറയാം. ഡോണ്ട് ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ. നമുക്ക് ബാക്കി പെർഫോമൻസിൽ കാണാം. Okay, so let's welcome Sanoop and Vismaya from Team Dhamaka. ിലെരിയാൻ പ്രണയമേ അരികിൽ വന്നു നീ തോഴി ഒരു നോവ് പോലെരിയും നിതാ തിരി സനൂപല്ലേ, നമ്മുടെ മൂവി ഓൺ ആയിട്ടുണ്ട് കേട്ടോ, നാളെ തന്നെ കയറിക്കോ. എടാ എന്താ കൊടുക്കണ, എന്താ പരിപാടി, എന്താ നീ സാധനം അടിച്ചിട്ടുണ്ടോ? ഏതാ പൊടിയാണോ സാർ? വേണ്ട സാറേ. വണ്ടി വേണോ? വേണ്ട. പഞ്ചാബാ സാർ? അവനൊക്കെ കണ്ടറിഞ്ഞൂടെ? പഞ്ചാബാണ് അവൻ്റെ ഒരു ഫോണ്. ജീവിക്കാറാ. കൊച്ചിയിൽ പോലീസിനെ ആക്രമിച്ചെന്ന കേസിൽ 2 സിനിമാ പ്രവർത്തകർ അറസ്റ്റിൽ. തൃശൂർ സ്വദേശി സനൂപ്, പാലക്കാട് സ്വദേശി രാഹുൽ രാജ് എന്നിവരാണ് അറസ്റ്റിലായത്. 3 ബൈക്കുകളും പോലീസ് പിടിച്ചെടുത്തു. കൊച്ചി കലൂരിൽ വാഹന പരിശോധനയ്ക്കിടെ രാത്രി 2 മണിയോടെയാണ് സംഭവമുണ്ടായത്. The number you are trying to call is currently not reachable. Please try again later. അതെ, നിങ്ങളിവിടെ നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. പോയിട്ട് നല്ലൊരു അഡ്വക്കേറ്റായിട്ട് വാ. പോലീസിനെ ആക്രമിച്ച കേസിലെ പ്രതിക്കെതിരെ റിമാൻഡിന് ഉത്തരവിടുന്നു. നിന്റെയൊക്കെ ലൈഫ് ഇവിടെ കൊണ്ട് അവസാനിക്കാടാ. ഇനി നിന്റെയൊക്കെ വിധി എഴുതണതേ അത് ഞങ്ങളാടാ. പാതിരാക്കാലം തീക്കാറ്റും വന്നാളുന്നേ, കാണാത്ത തീരത്തൊരാളുമില്ല നേരം. ഏതേതോ കഥയിലെ വേളനായി ശാപമായി കരളിൽ കരാളമാം അതിരില്ലാലയുന്നേ കൂടുതലേകനായി വേളനായി
ആരോപണങ്ങൾക്ക് മതിയായ തെളിവുകളില്ലാത്തതിനാൽ പ്രതിക്ക് ജാമ്യം അനുവദിക്കുന്നു. നിലാവിന്റെ മിനാരത്തിൽ ഇരിക്കും പ്രാവേ, കതിർമണി ഉതിർമണി ഒരുക്കുന്നു നീ, ചെറുതൂവൽ ചിരകാലി അനന്തമാം നീലവാനം അളക്കാനു കൊതിക്കുന്നു മണി പിറാവേ. കിനാവിന്റെ മിനാരത്തിൽ ഇരിക്കും സനു അടിപൊളി. ചീടുകൾ വെള്ളി മണൽ പായയിൽ. ലൈഫ് സ്റ്റോറി എന്ന് പറയുന്ന ഈ റൗണ്ട് ഓരോ തവണ വരുമ്പോഴും നമുക്ക് അത് ഭയങ്കര ഡിഫിക്കൾട്ടാണ് അത് പ്രോസസ്സ് ചെയ്യാൻ. കാരണം നമ്മളിവിടെ ഇവരുടെ എന്ത് ഡാൻസ് ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ നിൽക്കുമ്പോൾ ഇവരുടെ സ്റ്റോറിയിലൂടെ ആ സ്റ്റോറി ഡാൻസിലൂടെ പറയുന്നത് സനൂപിന്റെ ഒക്കെ വീഡിയോ എൻ്റെ മൂഡ് ചേഞ്ചറാ ഇൻസ്റ്റഗ്രാമില്. ഞാനൊരു ചെറിയ വിഷമം വന്നു കഴിഞ്ഞാൽ റാസ്പുട്ടിൻ അടിച്ച് സനൂപിന്റെ വീഡിയോ ഇരുന്ന് കാണും, ഞാൻ റെഡിയാവും. പക്ഷെ നമ്മളാരും ചിന്തിക്കാറില്ല അവരെന്താ ചെയ്യുന്നേ, അവർക്കൊന്ന് സന്തോഷിക്കണമെങ്കിൽ എന്ന്. എല്ലാത്തിൻ്റെയും ബോട്ടം ലൈൻ കണ്ട് അനുഭവിച്ച് വന്നത്. എനിക്ക് ആക്ച്വലി ജഡ്ജസിൻ്റെ കമൻസിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്കിവിടെ പ്രധാനപ്പെട്ട ഒരാളെയും കൂടെ വിളിക്കണം. ഓഫ്കോഴ്സ് വിസ്മയ, സനൂപും. ഇത് സനൂപിന്റെ മോളാണ്, സനൂപിന്റെ സ്വന്തം വാവക്കുട്ടിയാണ്. അപ്പൊ വാവേനെ കറക്റ്റ് ടൈമിൽ സനൂപിന്റെ പെർഫോമൻസിലേക്ക് കയറ്റി വിടാനും ഇറക്കി വിടാനും ഒക്കെ നിന്നത് ഈ കഥയിലെ നായിക, ജീവിതത്തിലെ നായികയായ സനൂപിന്റെ ഭാര്യ. ഞാൻ അവരെ ഒന്ന് വിളിക്കട്ടെ. ഒന്ന് വരാമോ? വരൂ, ഇങ്ങോട്ട് വരൂ. മഴയിൽ കുടയായി വെയിലിൽ നിഴലായി കൂടെ ചേരാൻ ഞാൻ വരാം, കനവിൽ കനവായി കൂടെ. സനൂപേ, ഒരൊറ്റ ഡൗട്ട് ചോദിച്ചോട്ടെ, പിടിച്ചോളെ. ഈ ഡാൻസ് ചെയ്തോണ്ടിരുന്നപ്പോ ഈ വിഷ്വല് കാണിച്ചില്ലേ, കട്ടിങ്, അത് ഒറിജിനലാണോ? ഒരു 3 വർഷം മുമ്പ് നടന്ന ഇൻസിഡന്റ് ആണ്. ശരിക്കും എന്താ സനൂപ് അന്ന് സംഭവിച്ചത്? അന്ന് രാത്രി ഞാൻ എൻ്റെ ഫേസ് കാണിക്കുന്ന ഫസ്റ്റ് മൂവിയുടെ ഷൂട്ടിന് വേണ്ടിയിട്ട് ഞാൻ പോയതാ. അതുപോലെ നൈറ്റ് ഷൂട്ട് കഴിഞ്ഞിട്ട് ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയതാ. ഓക്കെ. അപ്പൊ നൈറ്റ് ഈ പറഞ്ഞ പോലെ പെട്രോളിങ്ങിന് വന്നിട്ടുണ്ടായിരുന്ന പോലീസുകാർ ആദ്യം വിചാരിച്ച ആളും മാറി തന്നു. പക്ഷെ അവര് നമ്മളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് വരുന്ന പോലെ ഒരു അപ്രോച്ച് ആയിരുന്നു തുടക്കം മുതലേ. എന്നിട്ട് എന്താണ് സനൂപിനോട് ചോദിച്ചത്? എന്താണ്? അല്ല, ക്യാഷ് അവര് നോർമലായിട്ട് നമ്മള് വണ്ടർ RC ബുക്കും കാര്യങ്ങളൊക്കെ ചോദിച്ച്, നിങ്ങൾ ഇപ്പൊ ഈ വിഷ്വലിൽ കണ്ടതുപോലൊക്കെ തന്നെയാണ് നിങ്ങൾ വെള്ളടിച്ചിട്ടുണ്ടോ, MDMA ആണോ പൊടിയാണോ, ആ രീതിയിലൊക്കെ തന്നെയാണ് പറഞ്ഞത്. പക്ഷെ അത് സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ ഈ വിഷ്വലിൽ കാണിച്ചത് റിയലായിട്ട് ഞാൻ അനുഭവിച്ചതിൻ്റെ ഒരു 10% പോലും ഇല്ല. എത്ര വർഷം മുമ്പാണത്? 3 വർഷം മുമ്പ് നടന്നതാ. അപ്പൊ മോക്ക് എത്ര വയസ്സ്? അന്ന് മോൾക്ക് 1 വയസ്സല്ലോ. നെഞ്ചിൽ വിങ്ങും പാട്ട് പോലെ നീ. ഭയങ്കര ഹാർഡായിരുന്നു ആ ഒരു ടൈം. അവിടുന്ന് ഇങ്ങോട്ടുള്ള യാത്രയും പിന്നെ ഇതിലിപ്പോൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പോലീസുകാരുടെ സ്റ്റേഷനിൽ വെച്ചിട്ടുള്ള ഡയലോഗ്സ് ഒക്കെ വേറൊരു വേഷനിൽ എനിക്ക് റിയലായിട്ട് കിട്ടിയിട്ടുള്ളത് തന്നെയാണ്. നമ്മുടെ കരിയർ എല്ലാം നിർത്തിക്കളയുന്നുള്ള രീതിയിലൊക്കെ. ആ സമയത്ത് സനൂപ് എന്തായിരുന്നു ചെയ്യുന്നുണ്ടായിരുന്നത്? എനിക്ക് സിനിമ തന്നെയാണ് എൻ്റെ ലക്ഷ്യം. സിനിമ തുടങ്ങിയതേ ഉള്ളൂ. അതിന്ന് നമ്മളെ എന്താ പറയാ, അതായിരിക്കും ലൈഫ് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എൻജോയ് ചെയ്തിട്ട് അങ്ങനെ വരുമായിരുന്നു. അപ്പൊ ആതിരയും മോളും വീട്ടിലുണ്ടായിരുന്ന സമയത്ത് സനൂപ്
പുറത്ത് പോയ സമയത്താണ് ഇതൊക്കെ നടക്കണത്. ഷൂട്ടിന് പോയ സമയത്ത്. അപ്പൊ ഷൂട്ട് കഴിഞ്ഞിട്ടാണ് ഇത് നടക്കുന്നത്? അല്ല, ഷൂട്ട് നൈറ്റ് ഷൂട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് ഒരു 10-11 മണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അങ്ങനെ ചായ കുടിക്കാൻ ഇറങ്ങിയത്. എവിടെ വെച്ചാണ്? നമ്മുടെ കലൂര്. അപ്പം പറഞ്ഞില്ലേ ഞാൻ ഷൂട്ടിലാണെന്ന് പറഞ്ഞിട്ട്? അത് പറഞ്ഞപ്പോ 2 അടി കൂടുതലായിട്ട്. അവർക്ക് എനിക്ക് അറിഞ്ഞൂടാ എന്താ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു ആക്ഷൻ അവരെ എടുക്കേണ്ടി വന്നത്? സ്റ്റാർട്ടിങ്, അതായത് നമ്മള് എന്റെ സ്വന്തം വണ്ടി ഞാൻ അന്ന് എടുത്തിട്ട് 6 മാസമായിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ അത് ഞാൻ മോഷ്ടിച്ചതാണെന്ന് പറയാൻ തുടങ്ങി. നമ്മുടെ അടുത്തേക്ക് വന്നത് ഇങ്ങനെ നോർമലി എല്ലാവർക്കും ചോദിക്കുന്ന പോലെ സാധനം അടിച്ചിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവർ വിധം മാറി തുടങ്ങി. ഞങ്ങളത് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിൽ കൺഫേം ചെയ്ത പോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി നീ എവിടെ നിന്ന് ഇട്ടോണ്ട് വന്നാ അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ അവൻ ഞെട്ടിപ്പോയി. പിന്നെ അങ്ങനെ നമ്മൾ ഏത് സാധനം അടിച്ചു എന്നൊക്കെ ചോദിച്ച് കുറെ പോലീസുകാരുണ്ടായിരുന്നു. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുക. ഒരു ഉത്തരം പറയുന്നതിന് മുമ്പേ അടുത്ത ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുക. കഞ്ചാവായിരുന്നോ, MDM ആണോ, ഇവന്റെ കൊലം കണ്ട അറിയില്ലേ എന്നുള്ള രീതിയിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ച് നമുക്ക് ഉത്തരം പറയാൻ പറ്റാത്ത വിധത്തിൽ ആക്കിയിട്ട് അങ്ങനെ അങ്ങോട്ട് കുട്ടിക്കി. എന്നിട്ട് അവിടെ ഇട്ട് കുറെ ഇടിയും അടിയും ഒക്കെ നടത്തി റോഡിന്റെ മേളിൽ. അല്ല, എനിക്ക് മുഴുവനായിട്ട് പറയാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അത് മാത്രല്ല, ഇതിപ്പോ സ്റ്റിൽ ഈ കേസ് ലൈവ് ആണ്, ഓൺ ആണല്ലേ? അല്ല, ഇതിപ്പോ എങ്ങനെ അറിഞ്ഞു? നിങ്ങൾ എങ്ങനെ അറിഞ്ഞു ഇത്? പോലീസുകാർ നമ്മളെ വിളിച്ച് പറഞ്ഞിട്ടൊന്നുമില്ല. ഇല്ല, നമ്മള് ടിവിയില് ന്യൂസ് കണ്ടിട്ടാണ്. സിനിമയിൽ അഭിനയിക്കാൻ പോയ ഒരാള് അപ്പൊ ഇവര് പ്രതീക്ഷിച്ചിരിക്കുമ്പോ ന്യൂസ് കാണുന്ന ദൈവമേ. എന്നിട്ട് ആദ്യം എന്താ ഉടനെ ചെയ്തത്? എല്ലാവരും ശ്രമിക്കുന്നുണ്ട് എന്നെ കോണ്ടാക്ട് ചെയ്യാൻ, പക്ഷെ അങ്ങോട്ട് അലോ ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഫോൺ ശരിക്കും വലിച്ചെറിഞ്ഞതാണ്. എന്റെ ഫോൺ ഇതുവരെ കിട്ടിയിട്ടില്ല. സനൂപ് റിമാൻഡിൽ എത്ര ഫോണാണ്? സനൂപ് എത്ര ദിവസം ജയിലിൽ കിടന്നു? 4 ദിവസം. പിന്നെ ഇവര് പ്രതിയല്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ പിന്നെ ഇവരെന്തായിരുന്നു? പ്രതിയല്ല എന്നുള്ള ഇവർക്കറിയാം, ഇവർക്കും ഞങ്ങൾക്കും മാത്രമേ അറിയുള്ളൂ. അത് പിന്നെ ഉണ്ടായിരുന്ന വിഷയമൊന്നും നമുക്ക് കിട്ടില്ല. അത് കിട്ടാനില്ല, എനിക്കറിയാം. അത് സത്യം പറഞ്ഞാലേ നമുക്ക് ലൈഫിലൊരു ഹോപ്പ് വരുന്ന ടൈമായിരുന്നു. ഫസ്റ്റ് മൂവി ഓണാവുക. അത് അന്നെന്ന് പറഞ്ഞാൽ അന്ന് അത്രയും പ്രൊമോഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കിങ് ഓഫ് കൊത്ത എന്ന് പറഞ്ഞ പടത്തിന്റെ നമ്മള് അതില്ലെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളെ ലൈഫ് മുമ്പോട്ട് പോണത്. അത് തന്നെയായിരുന്നു ഉയർന്നു വരുന്ന വിചാരിക്കും. പക്ഷെ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കേസ് നമ്മളെ അടുത്തേക്ക് വന്നപ്പോ സനൂപ് അവര് ആക്ച്വലി ഈ മെഡിക്കൽ ടെസ്റ്റിനൊക്കെ കൊണ്ടുവരുന്നു. സാധാരണ നമ്മൾ ഇങ്ങനെ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പൊ സനൂപെ ഞാൻ ചോദിക്കട്ടെ, അപ്പം സനൂപിന്റെ ലുക്സോ അല്ലെങ്കിൽ താടി വളർത്തിയത് കൊണ്ടോ ഞാൻ ജസ്റ്റ് എക്സാമ്പിളായിട്ട് ചോദിക്കുകയാണ്, ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് അവർ ഈ ആക്ഷൻ എടുത്തതെന്ന് തോന്നുന്നുണ്ടോ? അവനൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം. അവന്റെ ഒക്കെ കോലം കണ്ടില്ലേ? അതാണ് ഞാൻ ചോദിച്ചത്. അത്തരം ഒരു ഇത് ഈ റൗണ്ട് ഉണ്ടല്ലോ. താങ്ക് യു ഫോർ ഇൻട്രൊഡ്യൂസിങ് ദിസ് റൗണ്ട്, ബിക്കോസ് ദ കൈൻഡ് ഓഫ് മെസ്സേജ് ദാറ്റ് ദിസ് റൗണ്ട് അലൗസ് പീപ്പിൾ ടു പുട്ട് ഫോർവേഡ് ടു ദ സൊസൈറ്റി. അതായത് ഈ സൊസൈറ്റിയിൽ ഈ വിനിതേടം പറഞ്ഞ പോലെ പ്രജുഡിസ്ഡ് ആയിട്ട് ഒരു പ്രീ കൺസീവ്ഡ് നോഷനുണ്ട്. ഇന്ന വേഷവിധാനം സ്വീകരിക്കുന്ന ആൾക്കാർ, താടിയുള്ളവര്, കീറിയ പാൻറ് ഇട്ടവര്, അല്ല ഇതൊക്കെ ഞാനും കൂടെ കുറച്ച് അനുഭവിക്കുന്നതുകൊണ്ട് പറയുന്നതാണ് കേട്ടോ. അപ്പോൾ 2 വർഷം മുമ്പ് ഇതേപോലെ ഒരു സിമിലർ ഇതില് വെറുതെ എൻ്റെ പേര് വന്നു. 3 ദിവസം കേരളം മൊത്തം എൻ്റെ പേര് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അനുഭവിച്ച ഒരു മാനസികാവസ്ഥയുണ്ട്. ഐ തിങ്ക് ഐ കുഡ് റിലേറ്റ് ടു ദാറ്റ് വൈൽ സനൂപ് വാസ് ഡൂയിങ് ഇറ്റ്. അതാണ് സനൂപ് പെർഫോം ചെയ്ത് കഴിഞ്ഞ് അവിടെ നിൽക്കുമ്പോൾ ഞാൻ സനൂപ് എന്ന് വിളിച്ചത്. അവിടെ നമുക്കൊരു ഒരു ഇത് ബിക്കോസ് എനിക്ക് മനസ്സിലാവും നിങ്ങൾ കടന്നുപോയ സംഭവം എന്താണെന്നുള്ളത്. അത് ഓവറോൾ സൊസൈറ്റിയിൽ അതുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ സനൂപിനെ ആക്ച്വലി നമ്മളും ഫസ്റ്റ് പെർഫോമൻസിൻ്റെ വന്നന്ന് നമ്മളും സംസാരിച്ചതാണ്. സനൂപ് ഡ്രിങ്ക്സ് കഴിക്കില്ല എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ അത് ഡൈജസ്റ്റ് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടുള്ള പോലെയാണ്. അയ്യോ ഈ ഇങ്ങനെ ഉണ്ടെങ്കിൽ കഴിക്കുമല്ലോ. അത് ടോട്ടൽ നമ്മുടെ സൊസൈറ്റിയിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് എന്നുള്ളത് സത്യമാണ്. അപ്പോൾ
അപ്പോൾ അത് എസ്പെഷ്യലി പോലീസിൽ, കാരണം പോലീസുകാർ അവരുടെ എക്സ്പീരിയൻസിൽ നിന്നായിരിക്കുമല്ലോ അവർ ഇത്തരം കാര്യങ്ങളിൽ ഒരു മൂവ് എടുക്കുന്നത്. പക്ഷേ സനൂപിൻ്റെ കാര്യത്തിൽ മെഡിക്കൽ ടെസ്റ്റ് പോലും നടന്നില്ല എന്ന് പറയുന്നിടത്ത് ഭയങ്കരമായിട്ടുള്ള ടെസ്റ്റ് നടന്നില്ല എന്നല്ല, അവിടെ ആകെ കൂടെ ചെയ്യുന്നത് ഹൈറ്റ്, വെയിറ്റ് അതൊക്കെ ചെക്ക് ചെയ്യും, അത്രേ ഉള്ളൂ. BP ചെക്ക് ചെയ്യും. ഈ ഹൈറ്റും വെയിറ്റും ചെക്ക് ചെയ്യുന്ന മെഷീൻ വരെ കേടായിട്ട് ഞാനാ പറഞ്ഞു കൊടുത്ത എൻ്റെ ഹൈറ്റ്, അത്രേ ഉള്ളൂ. ഫൈറ്റ് ചെയ്യണം, അത് വേണം. നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പേടിക്കാനില്ല. അതെന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ ആ ഒരു മൊമെന്റിലും എനിക്ക് ആ ഒരു ധൈര്യം ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ പൊളിച്ചു കളയുന്ന രീതിയിലായിരുന്നു അന്നത്തെ ഇൻസിഡന്റ് ഉണ്ടായിട്ടുള്ളത്. അവര് ഭീഷണിപ്പെടുത്തി പറഞ്ഞത് തന്നെയാണ് ഇവിടെ ഡയലോഗായിട്ട് പറഞ്ഞത്, നിന്റെ ലൈഫ് ഞാൻ ഇല്ലാതെയാക്കും. അത് സനൂപ് മോന്റെ ഇതൊക്കെ കേൾക്കുമ്പം ആക്ച്വലി ഇത് എൻ്റെ ലൈഫായിട്ട് ഞാനും ഇതേപോലെ തന്നെ ഒത്തിരി നീ 4 ദിവസത്തല്ലേ കിടന്നുള്ളൂ. അതെന്ന് ചോദിച്ചത് നമുക്കിവിടെ പറയാൻ പറ്റുന്ന കാര്യമല്ല. നമുക്ക് കേസ് നടക്കുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്കിത് ഡിഫെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. ഞാനിതേപോലെ എന്നെയും ഇതേപോലെ തന്നെ പിടിച്ച് എനിക്ക് ഈ ജയിലിൽ കാണുമ്പോൾ അത് നിഴലുകൾ മായും അതിദൂരെ പുലരൊളി പോരും ഇതുവഴിയേ ഒരു നാളിരുളും പകലായി തെളിയും കാറ്റിൽ തീനാളങ്ങൾ പൂക്കും എരിവേനൽ തീരും തിര വീണ്ടും പാടും സോറി കേട്ടോ. അല്ല, സത്യത്തിന് വേണ്ടി എപ്പോഴും പോരാടുന്ന എനിക്കറിയാം. സനൂപിന്റെ അപ്പം മുതലും ഈ ജയിലിലെയും ഇത് കാര്യങ്ങളൊക്കെ ഞാൻ മിണ്ടാണ്ടിരുന്നത് സീത എൻ്റെ ലൈഫിലും ഇത് സെയിം ആപ്പ് ചെയ്തൊരു മുന്നേ എന്നെ ഇതേപോലെ വലിച്ചഴിച്ചു കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഇതേപോലെ ജയിലിൽ കൊണ്ടിട്ടുണ്ടായിരുന്നു. ഒരാൾ പോലും നോക്കാണ്ടായിരുന്നു. ഇതാ പറഞ്ഞ തെറ്റ്, ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സനൂപ് പറഞ്ഞ പോലെ തന്നെയാണ്. നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശിക്ഷിക്കപ്പെടണം. ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം. ഇവിടുത്തെ നിയമവ്യവസ്ഥ അങ്ങനെയായിരിക്കണം. തെറ്റ് ചെയ്തവരെ ശിക്ഷിക്കുക. ഒരു തെറ്റും ചെയ്യാത്ത ആൾക്കാർ സനൂപിനെ പോലെയും എന്നെ പോലെയും ഉള്ള ആൾക്കാർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എനിക്കത് പറയാൻ പറ്റില്ല. പിന്നെ എന്താ കാര്യങ്ങളും എന്താണെന്നറിയില്ല. ഒരു തെറ്റുമില്ലാത്ത ഒരു കാര്യങ്ങൾക്ക് വേണ്ടി എന്നെ ഇതേപോലെ വലിച്ചഴിച്ച് ഇതേപോലെ ജയിലിൽ കൊണ്ടിട്ടിട്ട് അത് പുറത്തിറക്കാൻ പറ്റിയില്ല. ഇന്നും എൻ്റെ പെയിൻ എനിക്ക്. പക്ഷെ ആ പെയിനൊന്നും ഒരു കാര്യം സ്വരൂപ് പഠിച്ചു. ഇന്ന് ഞാനിവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ എന്നെ അവിടെ കൊണ്ട് ഇട്ടതിന് ശേഷമാണ് ഞാൻ ലൈഫിൽ നിന്ന് ഞാൻ എല്ലാം ഉയർത്തെഴുന്നത്. അപ്പൊ എല്ലാവരും നമ്മുടെ ഫാമിലി, നമ്മുടെ ഫ്രണ്ട്സ്, നമ്മുടെ ആൾക്കാരെല്ലാവരും നമ്മളെ ഒത്തിരി എല്ലാവരും തള്ളും. എല്ലാവരും ബാക്കോട്ട് തള്ളും നമ്മളെ. എനിക്ക് മുമ്പ് പറഞ്ഞ പോലെ എന്നെ നായകനായി പടം എന്നെ എടുക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് തലേ ദിവസം എന്നെ പിടിച്ചിട്ട് പോയി. അപ്പം ഞാൻ അയാളോട് കഴിഞ്ഞ ഒരു ഇതിൽ എന്നോട് ചോദിച്ചു, എന്താ എന്നെ പിടിക്കാൻ കാര്യം എന്താ ഞാൻ ചോദിച്ചു. അയാൾ പറയാ, ഇല്ല അത് നീ നല്ല ഫെയിമായിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് നിന്നിൽ അങ്ങ് ചാർത്തി. ഇപ്പൊ ഓക്കെ അല്ലേ? കഴിഞ്ഞ ഒരു ഡേയിൽ അദ്ദേഹം ചോദിച്ച ഒരു ഉദ്യോഗസ്ഥൻ. അപ്പം ഞാൻ പറയുന്നത്, തെറ്റ് ചെയ്താൽ പോയി അവരെ അറസ്റ്റ് ചെയ്യുകയോ അതിനുള്ള കറക്റ്റായ കാര്യങ്ങൾ കണ്ടുപിടിച്ചോ അതിനുള്ള മറുപടി കൊടുത്ത് നമുക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല. ജയനോട് ചോദിച്ച ഒരു ഭരണഘടനയിൽ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റില്ല എന്ന്. നമുക്ക് ആൾക്കാരില്ലാഞ്ഞിട്ടായിരുന്നില്ല. പക്ഷെ അത് കുറേ എനിക്കിത് പറയാൻ പറ്റില്ല ബിക്കോസ് അതിൻ്റെ പ്രതി എന്ന് പറയുന്ന ആളെ അവർ പിടിച്ചു. പക്ഷെ എൻ്റെ കേസ് ആരെ തരാം? തീർച്ചയായിട്ടും എൻ്റെ ലൈഫ് എനിക്ക് പോയി. എല്ലാ നാട്ടുകാരുടെ മുന്നിൽ ഞാൻ നാണം കെട്ടു. എൻ്റെ ഫാമിലീൻ്റെ മുന്നിൽ, എൻ്റെ ഫ്രണ്ട്സിൻ്റെ മുന്നിൽ, എൻ്റെ നാട്ടിൽ ഞാൻ ഉണ്ടാക്കിയ ഒരു ഹൈപ്പുണ്ട്. ഞാൻ ജീവിതത്തിൽ ലൈഫിൽ ഒത്തിരി കഷ്ടപ്പെട്ടിട്ട് ഇവിടെ വരെ വന്നത്. ഒത്തിരി അത് സനൂപ് അങ്ങനെ തന്നെ. ഞാൻ എന്നില്ല നിന്നെയും കണ്ണിൽ വിങ്ങൽ മാത്രം, ഉൾത്താരിൽ മൗനം മാത്രം,
ഒത്തിരി ലൈഫ് സെറ്റിൽ ആവാൻ വേണ്ടി നമ്മൾ കഷ്ടപ്പെട്ടായിരിക്കും ആ സമയത്ത് കൊണ്ട് നമ്മളിങ്ങനെ ഒരു ജയിലിലാക്കി ആക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ ലൈഫ് പോകുന്നു വിചാരിക്കും. പക്ഷെ തിരിച്ച് നമ്മളൊരു വരുത്തുണ്ട്, അത് തീയായിരിക്കും. ഇപ്പൊ എല്ലാവരും ആ ഒരു നമ്മുടെ ഒരു തീയായിട്ട് തിരിച്ചെത്തിയില്ലേ. നമ്മൾ ഇന്ന് നീ ഫ്ലോറിലുണ്ട്, ജോബിൻ സാറാണെങ്കിൽ ഈ ഒരു ഇതിലേക്ക് എന്നെ ഇവിടെ വരെ എത്തിച്ചു. ശക്തിയായി ജ്വലിക്കും അഗ്നിയാനു ഞാൻ, ഉയർവിളക്കിൽ പോർവിലീതം തിരികളേന്തി ഞാൻ. എൻ്റെ മനസ്സിൽ അതാണ്. ഞാൻ ലൈഫിൽ എന്നെ തിരിച്ച് ആ ഒറ്റൊരു എന്നെ ലൈഫിൽ ഈ കാണുന്ന ആ തടവറ എന്നെ പഠിപ്പിച്ച പാടാണ്. എൻ്റെ ലൈഫിൽ ഞാൻ തിരിച്ചെത്തും. അവിടെ നിന്ന് ഞാൻ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി വിചാരിച്ചായിരുന്നു. പക്ഷെ തിരിച്ച് ഞാൻ ഇവിടെ ഇന്ന് ജോബിൻ മാസ്റ്ററായിട്ട് എത്തുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫൈറ്റിംഗ് ആണ്. സോ ഡെഫിനറ്റ്ലി വൺ ഡേ യു വിൽ റീച്ച് യുവർ. ശക്തിയായി ജ്വലിക്കും അഗ്നിയാനു ഞാൻ, ഉയർവിളക്കിൽ പോർവിലീതം തിരികളേന്തി ഞാൻ. ഇതില് പിന്നെ കുറച്ച് പോർഷൻസ് ശരിക്കും പറഞ്ഞാൽ ചെയ്തിട്ടില്ല. അതില് കൊച്ചിനെ കോടതിയിലെ ഒരു വരാന്തിയില് പേപ്പർ വരെ വിരിച്ച് കിടത്തി ഉറക്കേണ്ട സിറ്റുവേഷൻ വരെ ഉണ്ടായിട്ടുണ്ട്. അതായത് ഇവർ വെയിറ്റ് ചെയ്യാം, ഞാനും വെയിറ്റ് ചെയ്യുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലല്ലോ, ഇന്ന് ഇറങ്ങും നാളെ ഇറങ്ങും എന്ന് വിചാരിച്ച് പോകുന്നു. പുറത്ത് നടക്കുന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഈ കുട്ടിക്ക് 1 വയസ്സില്ല. അപ്പോൾ ഈ കുട്ടീനെ വെച്ചിട്ട് എൻ്റെ ഫാമിലി മൊത്തം, ഞങ്ങളുടെ 2 പേരുടെയും ഫാമിലി മൊത്തം ആ കോടതിയുടെ പുറത്തുള്ള റോഡ് സൈഡിൽ ന്യൂസ് പേപ്പറും വിരിച്ചിട്ട് കുട്ടിക്ക് കൊതുകടിയും കൊണ്ടിട്ട് അന്ന് അവിടെ രാത്രി 1 മണി അങ്ങനെ ഇരിക്കുക. പിന്നെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ പ്രയാഗയുടെ എക്സ്പീരിയൻസ്, ജോബിൻ ചേട്ടൻ്റെ ആണെങ്കിലും ഇതൊക്കെ നമ്മളിപ്പോൾ ഒരു മീഡിയയിൽ വന്നു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി അതൊരു വലിയ മാസിന്റെ അടുത്തേക്കാണ് അത് കൺവേ ചെയ്യുന്നത്. ബിഫോർ ഇറ്റ് ഇസ് പ്രൂവൻ റൈറ്റ് ഓർ റോങ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ലോ. പക്ഷേ അപ്പോഴത്തേക്കും അതിനുശേഷം പിന്നീട് സംഭവിച്ചിട്ടുള്ള കാര്യം, ദ ക്ലോഷർ ഓഫ് ദ കേസ് വേറിൻ നമ്മൾ നിരപരാധി ആയിരുന്നു എന്നുള്ള കാര്യത്തിൽ മാത്രം ഈ മീഡിയ വെയിറ്റേജ് അവിടെ വരാറില്ല. ഈ ഒരു ലൈഫ് സ്റ്റോറി നമ്മുടെ സനൂപിന്റെ ആണ് കേട്ടതെങ്കിലും ആതിര എന്ന ക്യാരക്ടറിന് ജീവൻ നൽകിയത് വിസ്മയാണ്. പറയാലോ, എനിക്ക് സ്റ്റേജിൽ കയറിയപ്പോ യു ഫെൽറ്റ് എനിക്ക് കയ്യിൽ നിന്ന് പോയി. കാരണം എന്ന് വെച്ചാൽ ഞാൻ ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട് കുറെ, പക്ഷെ ആദ്യമായിട്ട് ഒരാളുടെ ലൈഫ് ശരിക്കും ഞാൻ ആക്ട് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ കൊച്ചിൻ്റെ അടുത്തോണ്ട് പോകണം. ഇപ്പം ഇത്ര പോകുന്ന കൊച്ച് ഞാൻ പറഞ്ഞ കേൾക്കും, പൊടിക്കോ മേടിക്കാന്നൊക്കെ പറഞ്ഞ് കേൾക്കും. അന്ന് ചിലപ്പോൾ ആ പൊടി കുഞ്ഞിനെ വെച്ചിട്ട് ചേച്ചി അനുഭവിച്ചൊരു വേദന എന്താന്നുള്ളത് അത് എങ്ങനെ പറയാ, വിസ്മയ ശരിക്കും ജീവിച്ചു ആതിരായിട്ട് ഈ പെർഫോമൻസിലൂടെ. എനിക്കത് ഞാൻ ചെയ്തപ്പോഴെനിക്കത് ശരിക്കും ഫീൽ ചെയ്തു, അന്ന് ചേച്ചി എന്താ അവിടെ അനുഭവിച്ചിരുന്നത് എന്ന്. കാരണം അത്ര പ്രാക്ടീസ് ചെയ്യുമ്പോഴോ ഞാൻ ചേച്ചിയത് കുറെ ചോദിച്ച്, ചേച്ചി എന്താ ചേച്ചിയുടെ എങ്ങനെയാ ചേച്ചിയുടെ കാര്യങ്ങൾ എന്താന്ന് ചോദിച്ചു. എന്നാലും എനിക്ക് കറക്റ്റ് അറിയാൻ പറ്റും. ചേച്ചി ഒരുപാട് ഇമോഷണൽ പറയും. പ്രാക്ടീസ് ചെയ്യുന്ന ചേച്ചി സമയത്തൊക്കെ ചേച്ചി ഞങ്ങൾ കാണുമ്പോഴത്തേക്കും ചേച്ചി പെട്ടെന്ന് കരഞ്ഞൊക്കെ പോവുക. അപ്പോഴും ഞാൻ ആ ഒരു കറക്റ്റ് ആ സീരിയസ് ആയിട്ട് അതുകൊണ്ട് വന്നെങ്കിലും അതുകൊണ്ട് കയറിയിട്ടില്ലായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോൾ ശരിക്കും എനിക്ക് ആതിര ചേച്ചിയുടെ ആ ഫീൽ എന്താന്നുള്ളത് അത് കറക്റ്റായിട്ട് കിട്ടുക. എന്തായിരിക്കും അനുഭവിച്ചിട്ടുണ്ടാവുക. കാരണം ഒരു കൊച്ച് ഇപ്പം 1.5 വയസ്സുള്ള കൊച്ചെന്നൊക്കെ പറയുമ്പോൾ ഫീഡിങ് ഒക്കെ ചെയ്യുന്ന ടൈം, കൊച്ചിന് പാല് കൊടുക്കണം ഇത്തരം പബ്ലിക് പ്ലേസിലൊക്കെ വെച്ച്. അതേപോലെ മീഡിയക്കാർ ശരിക്കും വന്ന് അവിടെ എടുക്കുമ്പോൾ ആ ഒരു സിറ്റുവേഷൻ, ഇതിപ്പോൾ ഇങ്ങനെ ഒരു ഫ്ലോറിൽ വന്ന് ഇത് പറയാതെ പോയി എന്നുണ്ടെങ്കിൽ ആ സമയത്ത് ആ കൊച്ചിൻ്റെ ഒരു ഫ്യൂച്ചർ, കൊച്ച് വളർന്നു വലുതാകുമ്പോൾ കൊച്ചിൻ്റെ ഫ്യൂച്ചറിലും ശരിക്കും അത് ബാധിക്കും. ഈ ഒരു റൗണ്ട് തന്നതിന് ഒരുപാട് നന്ദി. കാരണം നമുക്ക് നമ്മുടെ കയ്യിലുള്ള, എൻ്റെ കയ്യിലുള്ള ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഡാൻസാണ്. നമുക്കൊരു കാര്യം എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല വഴി ആർട്ട് തന്നെയാണ്. നമ്മുടെ കയ്യിലുള്ള സാധനം വെച്ചിട്ട് അത് കറക്റ്റ് ഈ ഒരു റൗണ്ടിൽ വന്നു. നമ്മുടെ മെൻറ്റേഴ്സ് അത് ഫിക്സ് ചെയ്ത് തന്നു. സനൂപെ, ഇതൊക്കെ നടന്നു. ഇനി പാസ്റ്റിൽ പോയിട്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല.
ഇത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ലൈഫിൽ ഒരു കിടിലം കംബാക്ക് ആയിട്ട് വരണം. ഇനിയും ഈ കംബാക്കിനെ അങ്ങ് കുറച്ചങ്ങ് ഉഷാറാക്ക് അങ്ങോട്ട്. ഈ 3 വർഷമായിട്ടും സാറ് പറഞ്ഞ പോലെ തന്നെ 2 മാസം പുള്ളി പുറത്തിറങ്ങാൻ മടിച്ചിട്ടിരുന്നത്. കാരണം എല്ലാവരോടും നമുക്കിത് പറയാൻ പറ്റില്ല, ഞാൻ ചെയ്തിട്ടില്ല, ആരും വിശ്വസിക്കില്ല. പക്ഷെ പുള്ളി വീഡിയോ കുറച്ചു, എല്ലാം കുറച്ചു. നമ്മള് ആകെ തകർന്നു നിന്ന് 3.5 വർഷം ഈ കുട്ടി ഇത്രയാവുന്നവരെ. പക്ഷെ ഇപ്പോഴാണ് ഒരു ഫ്ലവേഴ്സ് എന്ന് വിളിച്ചപ്പോ ഇതൊരു ഗ്രേറ്റ് സ്പേസ് അല്ലേ, എക്സ്പ്രസ് ചെയ്യാൻ. ഒരു ആർട്ടിന്റെ ട്രാവലാണ്, ഒരു ആർട്ടിസ്റ്റിന്റെ ട്രാവലാണ്. ഇങ്ങനെ ഒരു സ്പേസിലേക്ക് എത്തി ഇനി അങ്ങോട്ട് ഉറപ്പായിട്ടും സനൂപിന് ഒരുപാട് 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 മുകളിലേക്ക് അതിശക്തമായിട്ട് മുമ്പോട്ട് വരാൻ പറ്റും. ജോബിൻ മാസ്റ്റർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാസ്റ്റർ അനുഭവിച്ചത് ഇവിടുന്ന് ഇപ്പോഴാണ് കേൾക്കുന്നത്, അറിയുന്നത്. പക്ഷെ അതൊരു തീ ഇടും, ഒരു ഫയർ ഉണ്ടല്ലോ, ആ സാധനം ഉണ്ടല്ലോ, അതിങ്ങനെ ഇഗ്നൈറ്റ് ചെയ്യും. അപ്പൊ അതെന്തായാലും സനൂപിൽ ഇഗ്നൈറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സനൂപിൽ മാത്രമല്ല, ഇതുപോലെ അനുഭവിച്ച് കടന്നുപോയ ഒത്തിരി പേര് ഈ പ്രോഗ്രാം കാണുമ്പോൾ ഡെഫിനറ്റ്ലി അവർക്ക് ഇതൊരു ഭയങ്കര മോട്ടിവേഷൻ ആയിരിക്കും. എല്ലാവർക്കും ആ ഒരു നല്ല സമയം ദിവസം ഉറപ്പായിട്ടും വരും എന്നുള്ളതിന്റെ തെളിവുകളാണ് നിങ്ങൾ ഈ കൺമുമ്പിൽ, നിങ്ങളുടെ TV സ്ക്രീനിന്റെ മുമ്പിൽ ഇവര് തന്നെ ഇവരുടെ കഥകൾ പറയാം. ഒരാളുടെ കഥയാണെങ്കിൽ പല കഥകളും നമ്മൾ കേട്ടു. എന്നാൽ ഇപ്പോൾ നമ്മുടെ ഇതൊരു കോമ്പറ്റീഷനും കൂടിയാണ്. ലൈഫ് സ്റ്റോറിയിൽ നമുക്ക് സ്കോർസ് അറിയാനുള്ള സമയമാണ്. ഇൻഡിവിജ്വൽ പെർഫോമൻസസിനുള്ള മാർക്ക്. ലെറ്റ്സ് സ്റ്റാർട്ട് ഫസ്റ്റ് വിത്ത് വിസ്മയയുടെ സ്കോർ ഔട്ട് ഓഫ് 10. Vismaya for having performed really well along with Sanoop. നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു. മാത്രമല്ല ഡാൻസിനെ പറ്റി ഞാൻ 2 വാക്ക് പറഞ്ഞില്ല, നന്നായിട്ട് കളിച്ചു. The choreography and the moves, emotion, and you looked really like his partner. Yes, wife, very homely. അപ്പൊ അത് റിയലിസ്റ്റിക് ആയിട്ട് തോന്നിപ്പിക്കാന്ന് പറയുന്നതും you deserve it. Thank you. There you go. 9 out of 10. Excellent. അപ്പോ സനൂപിന്റെ ഇൻഡിവിജ്വൽ സ്കോർ സനൂപിന് സെയിം 9 out of 10. Oh, 9 out of 10. Great. ഇനി ആസ് എ ടീം മാർക്സ് വിനീതേട്ടാ 10 മാർക്ക്. ടീം എപ്പോഴും നമ്മൾ ലൈഫ് സ്റ്റോറി പറയുമ്പോൾ നമുക്ക് മാർക്ക് ഇടാൻ തന്നെ നമുക്ക് ബുദ്ധിമുട്ടാണ്. ബട്ട് ഇതിനകത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലൈഫ് സ്റ്റോറിയുടെ ഒപ്പം തന്നെ ഡാൻസ് എന്നുള്ള രീതിയിലും ഭയങ്കര രസകരമായിട്ടാണ് രണ്ടുപേരും ചെയ്തത്. നിങ്ങൾ തമ്മിലുള്ള ആ ഒരു കോർഡിനേഷൻ ആയാലും, ഇപ്പോൾ സനൂപ് ആക്ച്വലി ഇത് അനുഭവിച്ച ഒരാളാണ്. ആ അനുഭവിച്ചത് മനസ്സിലൂടെ കടന്നു പോകുമ്പോൾ പോലും ഡാൻസ് എത്രമാത്രം അതിൻ്റെ പെർഫെക്ഷനോടുകൂടി ചെയ്യാന്ന് പറയുന്ന ഒരു സാധനം ഗ്രേറ്റ് ആയിരുന്നു. സോ 9 out of 10. ചിലപ്പം സനൂപ് ആ സമയത്ത് അനുഭവിച്ചിട്ടുള്ള കാരണം ചിലപ്പോൾ അടുത്ത ഫ്രണ്ട്സോ കൂട്ടുകെട്ടുകളോ ഫാമിലി മെമ്പേഴ്സിലോ കുറേ പേര് ചിലപ്പോൾ ഒരു അകൽച്ച കാണിച്ചിട്ടുണ്ടാവാം. ചിലപ്പോൾ ഇപ്പോഴും അത് ശരിയായിട്ടുണ്ടാവില്ല. എന്നാൽ ഞാനൊരു കാര്യം ഉറപ്പ് പറയുന്നു, സനൂപ് ഈ ഒരു പെർഫോമൻസ് അവർ കണ്ടിട്ടുണ്ടെങ്കിൽ അനൂപിന് ഈ ടെലികാസ്റ്റിന് ശേഷം സനൂപിനെ വിളിച്ച് ഒരുപാട് പേര് ക്ഷമ ചോദിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം അത്രയും ഞങ്ങൾക്ക് ഇതൊന്നും അറിയാഞ്ഞിട്ട് പോലും വി ആർ ഫീലിംഗ് എക്സാക്ട്ലി വാട്ട് ഷീ മൈറ്റ് ഹവ് ഗോൺ ത്രൂ, ആ മോള് അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം കൂടി പ്രതീക്ഷിച്ചോളൂ. ഇതാണ് നിങ്ങളുടെ ലൈഫിലെ ടേണിംഗ് പോയിന്റ് എന്ന് നമ്മൾക്ക് വിശ്വസിച്ച് തന്നെ നമുക്ക് പറയാൻ പറ്റും, ആത്മാർത്ഥതയോടെ പറയാൻ പറ്റും. ഇനിയാണ് സനൂപിന്റെ ആതിരയുടെ മോളുടെ ലൈഫ് തുടങ്ങാൻ പോകുന്നത്. ഒരു വലിയ കയ്യടി കൊടുക്കൂ ഫോർ ദിസ് ഫാന്റാസ്റ്റിക് ആൻഡ് മെമ്മറബിൾ ആക്ട് ഓഫ് ഡാൻസ് ധമാക്ക. നമ്മൾ ഒരിക്കലും മറക്കാൻ പോകുന്നില്ല. പ്രേക്ഷകർ നിങ്ങളെ നെഞ്ചോട് ചേർത്ത് വെക്കും. ഇനി അങ്ങോട്ട് ഫസ്റ്റ് സ്റ്റേജ് അവളുടെ ഡെബ്യൂ പെർഫോമൻസ് ആയിരുന്നു ഇത്. അച്ഛന്റെ ലൈഫ് സ്റ്റോറി കാണിച്ചാണ് ഈ ഒരു അരങ്ങേറ്റം കുറിക്കുന്നത്. വാവയ്ക്ക് ഒരു വലിയ കയ്യടി. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അങ്ങനെ നമ്മുടെ കോമ്പറ്റീഷൻ തുടങ്ങിയതിന് ശേഷം നമ്മുടെ ഓരോ എപ്പിസോഡിലും പ്രേക്ഷകർ ഇന്ന് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാവോ അല്ലേ, അതും കൂടെ ചോദിച്ചിട്ട് വെയിറ്റ് ചെയ്യുന്നവർക്ക് അഫ്കോഴ്സ് സ്പെഷ്യൽ ഷോയിൽ സ്പെഷ്യൽ പെർഫോമൻസസ് എന്നും നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കും. ഇപ്പോൾ ഇറ്റ്സ് ടൈം ടു വാച്ച് another special performance. Are you ready, judges? Yes. Okay, Dance Dhamakil അടുത്തതായി ഒരു സ്പെഷ്യൽ പെർഫോമൻസ്.
എടകണമുണ്ടത്തി പരലിന്റെ കണ്ണു ചല ചലമ പോട്ടി മാനത്ത് പറക്കണ ചമ്പരന്തിന്റെ കണ്ണു ചല ചലകി പോട്ടി കണ്ണു ചല ചലകി പോട്ടി മലയില തക്കമരത്തില കാറ്റിൻ കൊഞ്ചലോ വെണ്ണേ നീ കണ്ണേ താമരെ കാതിൽ തേന്മഴേ കണ്ടം പുട്ടടി പൂഞ്ചോലേ പാടം പൂത്തതറിഞ്ഞോടി പൂവരമ്പിൽ വാടി കന്നി മടന്തേ നാടൻ കാറ്റു വിതച്ചോടും രാത്തിറമ്പിൽ കൂടാം കാട്ടുകരിമ്പേ താനകൾ 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 താതിരുന്നോ മലയിലെ തൈക്കമരത്തിലെ കാറ്റിൻ കൊഞ്ചലോ വെണ്ണേ നീ കണ്ണേ താമരെ കാതിൽ തേന്മഴേ കണ്ടം പുട്ടടി പൂഞ്ചോലേ ഞാനില്ല നോബി ചേട്ടാ, ഇവര് ഡാൻസ് സംസ്ഥാന അവാർഡ് കൊടുക്കുമ്പോഴാണ് ഞാൻ മൈക്ക് കൊടുത്തത്. ഈ ഡാൻസ് തുടങ്ങി തീരുന്നവരെ ഞാൻ എൻ്റെ മൈൻഡിൽ എവിടെ കണ്ടത് എനിക്ക് ഇത് മാത്രമേ ഉള്ളൂ, എനിക്ക് എവിടെ കണ്ടത് ആ സൊല്യൂഷൻ അങ്ങ് കിട്ടുന്നില്ല. ലാസ്റ്റ് ആയപ്പോ ഒരു ട്യൂബ് ലൈറ്റ് അങ്ങ് കത്തി. എല്ലാവരും ഞെട്ടിക്കുന്ന ഒരു സത്യം ഞാൻ പറയട്ടെ, ഇതൊരു അമ്മയും മകളുമാണ്. ഇതിൽ ആരാണ് അമ്മ, ആരാണ് മകൾ? ഇതാണ് അമ്മ, ഇതാണ് മകൾ. ശരിക്കും സർപ്രൈസ് ആയിട്ടാ. സർപ്രൈസ്. ജിഷ്ണു പറ. ഞെട്ടി. ശരിക്കും സർപ്രൈസ് ആയി. അല്ലേ? ഇതാണ് സർപ്രൈസ് അല്ലേ? അതോ ഒന്നല്ല 3 പിള്ളേരുടെ അമ്മയാണ്. ഞാന് 1-2 വീഡിയോസ് കണ്ടിട്ടുണ്ട്, അതിനകത്ത് മോം ഡോട്ടർ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പം താഴെ പൊതുവെ എല്ലാവരും ഇതിലേതാ അമ്മയെ കണ്ട മകളെന്നേ പറയൂ, മകളെ കണ്ട, അങ്ങനെയൊക്കെയുള്ള കുറെ ഇതൊക്കെ വരും. അപ്പൊ ഞാൻ അതിലാണ് ഇത് ഫെമിലിയർ ആണെന്ന് വെച്ചാൽ ഞാൻ ആദ്യം തന്നെ മോളോട് ചോദിക്കട്ടെ, അങ്ങനത്തെ കമന്റ്സ് കാണുമ്പോ എന്താണ് ശരിക്കും ഫീൽ ചെയ്യാറ്? ആദ്യമൊക്കെ കുറച്ച് നാണക്കേട്. എന്തിന് സുന്ദരിയായ നോക്കണ ചിലപ്പോ അതിന്റെ ആയിരിക്കും. ജിഷ്ണു ഇതാണ് സന്ദൂർ പറ്റില്ല, രാധാസ് മമ്മി. അല്ല, അവൻ പറഞ്ഞ പോയിന്റ് ആണ്. അങ്ങനത്തെ ഒക്കെ നിങ്ങൾ വീഡിയോസ് ഇടാൻ തുടങ്ങാനുള്ള എന്താണ് മോട്ടിവേഷൻ? അമ്മ പണ്ടേ ഡാൻസില് ഉഷാറാണോ? അമ്മ ഡാൻസറാണ് പണ്ടേ. ഓക്കെ. അമ്മ വഴി ഞാനും ഡാൻസ്, അമ്മ എന്നെ കുറെ പഠിപ്പിച്ചിട്ടുണ്ട്. തിരുവനന്തപുരമാണോ വീട്? അതെ. എവിടെയാണ് തിരുവനന്തപുരത്ത്? വലിയ വേളി. ഓക്കെ. അപ്പൊ അമ്മ ഇത് ചെറിയ ആളാണോ വലിയ ആളാണോ? മൂത്ത മോളാണ്. അപ്പൊ ബാക്കി രണ്ടുപേരും? ഒരാള് 5th പഠിക്കുന്നു, മോളാണ്. ഒരാള് 3rd പഠിക്കുന്നു, മോനാണ്. ഇത് രണ്ടുപേരും വേറെ വേറെ കളറിൽ ഒരേ ഡിസൈനുള്ള ഉടുപ്പും. But I'm loving it. Right? പിന്നല്ല, എന്തൊരു ഇൻസ്പിറേഷൻ ആണ് ഈ അമ്മ മക്കൾക്ക്. അവരും അമ്മമാരും ആ പ്രായമൊക്കെ ആകുമ്പോഴും അവരും വളരെ യങ് ആയിട്ടിരിക്കണം. അതെ അതെ, അത് സത്യമാണ്. കാരണം എന്നെ കാണുന്നത് കൊണ്ട് എന്റെ ഫിറ്റ്നസ് അവർ ഫോളോ ചെയ്യുന്നുണ്ട്. എക്സാക്ട്ലി. അപ്പോൾ അമ്മയുടെ ഫീലിംഗ് എന്താ? കാരണം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഈ അമ്മകൾ വൈറലാണ്, ഓരോ കമൻസ് ഒക്കെ വായിക്കുമ്പോൾ മോക്ക് ആദ്യം ഒരു ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിലും പിന്നെ വൈറലാവുന്ന സ്ഥിതിക്ക് അല്ലേ നമ്മളതൊക്കെ കുഴപ്പമില്ല, നമുക്കൊരു കണ്ടന്റ് അല്ലേ, നല്ലതല്ലേ എന്ന് വിചാരിക്കുന്നു. അമ്മക്ക് ഈ കമൻസ് ഒക്കെ കേൾക്കുമ്പോഴുള്ള ഫീലിംഗ് എന്താണ്? എനിക്ക് പാഷനാണ് ഡാൻസ്. ഓക്കെ. അപ്പോൾ എനിക്ക് എൻ്റെ ഫാമിലി നോക്കിയിട്ട് എൻ്റെ ടാലന്റ് കാണിക്കാനുള്ളൊരു പ്ലാറ്റ്ഫോം ആയിരുന്നു സോഷ്യൽ മീഡിയ. അമ്മയാണോ വീഡിയോ ഇടാൻ ഫസ്റ്റ് തുടങ്ങുന്നത്? അതെ, ഞാൻ തന്നെയാണ്. ഒറ്റയ്ക്ക് ഇടാൻ പറ്റുന്ന ഒറ്റയ്ക്ക് ഇട്ടിട്ടുണ്ട്. കുറച്ച് ലിപ് സിങ്കിങ് ഒക്കെ ആദ്യം ഇടുമായിരുന്നു. അതിന് വ്യൂസ് ഒന്നും കിട്ടിയിട്ടില്ല, കുറെ വർഷങ്ങളായി. പിന്നെ ഈ റീസെന്റ് ആണ് ഡാൻസ് ഇടാൻ തുടങ്ങിയത്. പിന്നെ മോള് കുറച്ചുകൂടെ വളർന്ന് വന്ന ആ സമയത്താണ് കുറച്ചുകൂടെ ആക്റ്റീവ് ആയത്. അപ്പൊ അങ്ങനെ ഞങ്ങൾ പിന്നെ ഒരേ ഒരു സൈസിലായതുകൊണ്ട് അതുകൊണ്ട് അതങ്ങ് കേറിപ്പോയി. പിന്നെ മോളെ തന്നെ ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് അതിലൊരു ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ അത് കണ്ടന്റ് എന്നുള്ള രീതിയിൽ ഞാൻ കണ്ടിന്യൂ ചെയ്തു പോവാണ്.
എന്നെ പൊക്കിയും മോളെ കുറച്ചുമാണ് പറയുന്നത്. അല്ല അതിനൊരു പേരെന്താണ്? മീര. മോടെ പേരാ റെയ്ന. എന്ത് ചെയ്തു ചേച്ചി? ഞാൻ ഡാൻസ് ചേച്ചിയെന്നു അമ്മ ആയതുകൊണ്ട് ഡാൻസ് ടീച്ചറാണ്. ഡാൻസ് ടീച്ചർ ആയിരുന്നു. ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല. കാരണം എനിക്ക് ഇഷ്ടപ്പെട്ട ഫീൽഡ് ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ എൻ്റെ ടാലന്റ് കാണിക്കുന്നതും അതുവഴി എന്തെങ്കിലും ഏൺ ചെയ്യാനും ഞാൻ ആഗ്രഹിക്കുന്നു. എന്തായിരുന്നു വർക്ക് ചെയ്തോണ്ടിരുന്നത്? ഞാൻ ഡാൻസ് ടീച്ചറായിട്ടും വർക്ക് ചെയ്തിട്ടുണ്ട്, ഫ്രണ്ട് ഓഫീസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, അല്ലാതെ പാർട്ട് ടൈം ആർട്ടിസ്റ്റായിട്ടും ഞാൻ ഇടയ്ക്ക് പോകാറുണ്ട്. നിങ്ങളൊരു ഭയങ്കര ഇൻസ്പിറേഷൻ തന്നെ ചേച്ചി. തീർച്ചയായിട്ടും. താങ്ക് യു സോ മച്ച്. ഒന്നും പറയാനില്ല. +2. അത്ര ദേഷ്യം അപ്പൊ മോളുടെ താഴെയുള്ളവരുടെ ഏജ് എന്താണ്? ഒരാള് 5th ഒരാള് 3rd. അപ്പൊ ഒരാൾക്ക് 10 വയസ്സ്, ഒരാൾക്ക് 8 വയസ്സ് കഴിഞ്ഞു. ഓക്കെ. അപ്പം എന്തായാലും നമ്മുടെ ഡാൻസ് ധമാക്കയിലെ സ്റ്റേജിൽ ചിലപ്പം ഈ ഒരു പെർഫോമൻസ് കാണുമ്പോൾ എല്ലാവരും എന്താ 2 ഫ്രണ്ട്സ് ആണോ, സിസ്റ്റേഴ്സ് ആണോ, ഇവർക്ക് എന്താണ് വൈറൽ ആവുന്ന കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണോ എന്നൊക്കെ ആലോചിച്ചിട്ട് പെട്ടെന്ന് ഈ ഒരു അമ്മ മകൾ എന്ന് കേൾക്കുമ്പോഴത്തേക്കും അപ്രോച്ചേ അങ്ങ് മാറി. നമ്മുടെ പ്രേക്ഷകരിൽ ഒരുപാട് പേരുണ്ട് വീട്ടമ്മമാര് ഡാൻസിനോട് വർഷങ്ങളായിട്ട് പാഷനും ഇഷ്ടവും കൊണ്ട് നടന്ന്, പക്ഷെ സാഹചര്യങ്ങളും കുട്ടികളുടെ കാര്യങ്ങളും വീട്ടിലെ ഉത്തരവാദിത്തങ്ങളും കാരണം ഇതിലൊന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതെ ഇതൊക്കെ കണ്ട് ആസ്വദിക്കുന്നവർക്ക് അവർക്ക് തീർച്ചയായിട്ടും ഈ അമ്മ ഒരു മോട്ടിവേഷൻ തന്നെയാണ്. ഈ മകൾ ആ മക്കൾക്കും ഒരു മോട്ടിവേഷനാണ്. ഒരിക്കലും ഈ ഒരു കാര്യം കാണുമ്പോൾ നമ്മൾ അമ്മമാരെ മാത്രം ഒരിക്കലും നമ്മൾ പുഷ് ചെയ്തിട്ട് കാര്യമില്ല. കാരണം അവർക്കും അതേപോലത്തെ സപ്പോർട്ട് ആ മകള് കൊടുക്കുന്നതുകൊണ്ടാണ് ആ ഒരു കാര്യം അമ്മയ്ക്കും അച്ചീവ് ചെയ്യാൻ പറ്റുന്നത്. സോ തീർച്ചയായിട്ടും മോളുടെ ഈ ഒരു ഇനീഷ്യേറ്റീവ്, മോള് അമ്മയ്ക്ക് കൊടുക്കുന്ന സപ്പോർട്ട് ആരും കാണാതെ പോരുത്. ഈ കമന്റ്സിൽ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് അത് ഇതെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോയി പണി നോക്കാൻ പറ. അല്ല പിന്നെ വേറെ സമയം എനിക്ക് മകളുടെ അടുത്തൊരു മോട്ടിവേഷൻ കൊടുക്കാറുണ്ട്. മോളെ ഇനി ഒരു 5-6 വർഷം കഴിയുമ്പോൾ നമുക്ക് കല്യാണ പ്രായമാവും. ആ സമയത്ത് അവര് പെണ്ണാണ് വരുമ്പോ മോള് ചായ കൊണ്ട് പോകണം, അമ്മയെ കൊണ്ട് പോകരുത്. അമ്മേനെ അവിടെ എവിടെയെങ്കിലൊക്കെ ഇടുന്നൊക്കെ അമ്മയ്ക്ക് അത് ഇഷ്ടപ്പെട്ടു. ചേട്ടൻ എന്ത് ചെയ്യുന്നു? ഡാഡി ഡ്രൈവിംഗ് ആണ്. പുള്ളി കൊറിയോഗ്രാഫറും എന്റെ ഡാൻസ് മാസ്റ്ററും ആയിരുന്നു എന്റെ ഹസ്ബൻഡ്. ഡാൻസേഴ്സ്. അപ്പൊ അച്ഛൻ കളിക്കാറില്ല ഡാൻസ് ഒന്നും? ഇപ്പൊ കളിക്കാറില്ല, പുള്ളിക്കാരൻ ജോബായിട്ട് ബിസിയാണ്. കൊച്ചുവേളിയിലാണോ? അതെ. അപ്പൊ സിബിന്റെ കൊച്ചുവേളിയല്ല, സിബിൻ വലിയ വെളിയാ, ഞങ്ങളുടെ നാട്ടുകാരൻ തന്നെയാ, തൊട്ടടുത്ത്, ഞങ്ങൾ അറിയാം. കൊറിയോഗ്രാഫർ ആണല്ലോ. വർക്ക് ചെയ്തിട്ടുണ്ടോ പുള്ളി? ഇല്ല, സിബിൻ കുറച്ചുകൂടെ ജൂനിയറാ, പുള്ളി കുറച്ചുകൂടെ സീനിയറാ. അണ്ണൻ കാരണം ഈ ഫീൽഡിലൊക്കെ തന്നെ ഉണ്ടായിരുന്നത് ഹസ്ബൻഡ്, പെട്ടെന്ന് ആ ഫീൽഡ് മാറി. കാരണം അന്ന് ഈ റിയാലിറ്റി ഷോകളൊന്നും ഇല്ലായിരുന്നു, അപ്പൊ അതുകൊണ്ട് മാറിയതാ. അപ്പൊ തീർച്ചയായിട്ടും ഇത് ഒരുപാട് പേർക്ക് ഒരു വലിയൊരു മോട്ടിവേഷൻ ആയിട്ട് നിങ്ങൾ ഇങ്ങോട്ടേക്ക് ക്ഷണിക്കാം എന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ സംഭവിച്ചു. കണ്ടില്ലേ, അവൻ വരെ ഒന്നും മിണ്ടാനില്ല, അവൻ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. അപ്പോ എല്ലാവരും ഒരു വലിയ കയ്യടി കൊടുക്കും ഈ 2 പേർക്ക്. നമ്മൾ നാളെ സോഷ്യൽ മീഡിയയിൽ വീണ്ടും കണ്ടുകൊണ്ടിരിക്കാൻ പോകുന്ന മുഖങ്ങളെയാണ് നമ്മൾ വീണ്ടും ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. താങ്ക് യു ഫോർ കമ്മിങ്. അമ്മ ഇതുപോലെ തന്നെ മുന്നോട്ട് പോവാ. ഇതല്ല, ഇനി എല്ലാ ഡാൻസ് സ്റ്റൈൽസും എന്താ പറയാ പരീക്ഷിച്ചു കൊണ്ട് തന്നെ നമുക്ക് മുന്നിൽ സോഷ്യൽ മീഡിയയിലൂടെ തിളങ്ങി നിൽക്കാം. 2 പേരും ഒരേപോലെ. കുറച്ച് കഴിയുമ്പോൾ ബാക്കി 2 അങ്ങ് ഇറക്ക്. നമുക്കിതൊരു ഇറക്കി ഓൾറെഡി റെഡിയാണ്. കുറച്ചൊക്കെ ഇടാൻ തുടങ്ങി. അപ്പൊ മോള് വലുതാവുന്നവരെ വെയിറ്റ് ചെയ്ത പോലെ അവരും വലുതാവുന്ന. 2ാമത്തെ ആള് വെയിറ്റിംഗ് ആണ്. കാരണം അവള് കണ്ടിട്ട് ഞാനില്ലല്ലോ എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്ത് നിൽക്കുക. കുറച്ചുകൂടെ പൊങ്ങി കഴിയുമ്പോഴേക്കേ കണ്ടന്റ് വർക്ക് ആവത്തുള്ളൂ. വെയിറ്റിംഗ് ആണ്, എന്നിട്ട് കഴിക്കുന്നുണ്ട്. കുറച്ചുകൂടി ഒന്ന് വളരാൻ വെയിറ്റ് ചെയ്യണം അമ്മക്ക്, എന്നാലേ കണ്ടന്റ് വർക്ക് ആവുള്ളൂ എന്നൊക്കെ. വൻ POV ആണ് ഇവിടെ. എനിവേ, once again big hands for them. Thank you so much for coming. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. നമ്മൾക്ക് എല്ലാവർക്കും അടുത്ത എപ്പിസോഡിൽ ഇതിലും ഗംഭീരമായിട്ടുള്ള പെർഫോമൻസസ് മുഹൂർത്തങ്ങളുമായിട്ടൊക്കെ കാണാം. ഗുഡ് ബൈ ഫ്രോം Regal Jewelers and Mighty Future presents Craze Biscuits Dance Dhamaka. Special partner Pavaram Premium Coconut Oil and GDS Gold Loan. Co-powered by Milma, Fira Foods, The Flavor of India, Radha's Ayurvedic Soap, Kalyan Silks and Vince Mera Jewels. Goodbye. അപ്പോൾ അടുത്ത എപ്പിസോഡ് കാണാം. ഗുഡ് നൈറ്റ്.